മലങ്കര കാതലിക് ടിവിയിലെ കാറ്റഗേസിസ് മതബോധനം എന്ന പരമ്പരയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ 7 എപ്പിസോഡുകളിലായി മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ വേദപാഠാവലിയിലെ 7 ക്ലാസ്സുകൾ നമ്മൾ ക്രമമായിട്ട് പഠിക്കുകയായിരുന്നു. ഇന്ന് പ്രത്യേകിച്ച് നമ്മൾ 8ാം ക്ലാസ്സാണ് പഠിക്കുന്നത്. കഴിഞ്ഞ 7 എപ്പിസോഡുകളിലായി ആരാണ് ദൈവം എന്ന ചോദ്യത്തിന് വെളിപാടിൻ്റെ ചരിത്രത്തിലൂടെ ഉത്തരം പറയാനായിട്ട് നമ്മൾ ശ്രമിക്കുകയായിരുന്നു. ആദ്യത്തെ 4 ക്ലാസ്സുകളിലൂടെ പൊതുവായി ആരാണ് ദൈവം എന്ന് പറയുവാൻ നമ്മൾ താല്പര്യപ്പെട്ടെങ്കിൽ 5, 6, 7 ക്ലാസ്സുകളിലൂടെ വെളിപാടിൻ്റെ ചരിത്രത്തിൽ വിശുദ്ധ ലിഖിതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉൽപ്പത്തി മുതൽ സുവിശേഷം വരെയുള്ള വേദഭാഗങ്ങളെ അടിസ്ഥാനപ്പെടുത്തി സൃഷ്ടാവായ ദൈവം, പരിപാലിക്കുന്ന ദൈവം, രക്ഷിക്കുന്ന ദൈവം എന്നിങ്ങനെ 5, 6, 7 ക്ലാസ്സുകളിലൂടെ വെളിപാടിൻ്റെ ചരിത്രത്തെ ക്രമമായി വിശുദ്ധലിഖിതത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയായിരുന്നു. ദൈവം ആര് എന്ന ചോദ്യത്തിന് ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന 3 വ്യക്തികളാണെന്നും അവർ ദൈവിക സ്വഭാവത്തിൽ ദൈവിക സാരാംശത്തിൽ ഒന്നായിരിക്കുന്നുവെന്നും അതുകൊണ്ട് ദൈവം ഒന്നാണെന്നും ദൈവത്തിൽ 3 വ്യക്തികളുണ്ടെന്നും ആ വ്യക്തികളെ നമുക്ക് പരിചയപ്പെടുത്തി തന്നത് ദൈവപുത്രനായ യേശു മിശിഹായാണ്, വെളിപാടിൻ്റെ പൂർണ്ണതയായ യേശു തന്നെയാണ്. അപ്പോൾ യേശുവിൻ്റെ മനുഷ്യാവതാരത്തിലൂടെയാണ് നമുക്ക് പിതാവായ ദൈവം ആരാണെന്നും യേശു ആരാണെന്നും പരിശുദ്ധാത്മാവ് ആരാണെന്നും നമുക്ക് മനസ്സിലായത്. ദൈവത്തിൻ്റെ വെളിപാടിനോടുള്ള മനുഷ്യൻ്റെ പ്രത്യുത്തരമാണ് വിശ്വാസം എന്ന് പറയുക. അപ്പോൾ 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളിലൂടെ ആരാണ് ദൈവം എന്ന ചോദ്യത്തിന് വിശുദ്ധ ലിഖിതത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം ഉത്തരം കണ്ടെത്തുകയായിരുന്നു. ഈ ദൈവത്തിൻ്റെ വെളിപാടിനോടുള്ള മനുഷ്യൻ്റെ പ്രത്യുത്തരമാണ്, മറുപടിയാണ് 8, 9, 10 ക്ലാസ്സുകളിലൂടെ നാം പഠിക്കുക. 5, 6, 7 ക്ലാസ്സുകളിൽ ദൈവം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓരോ ക്ലാസ്സും അവസാനിച്ചത്. എന്നാൽ 8, 9, 10 ക്ലാസ്സുകൾ അവസാനിക്കുന്നത് മറ്റൊരു തരത്തിലാണ്. 8ാം ക്ലാസ് ആരാധിക്കുന്ന സമൂഹം, 9ാം ക്ലാസ് ജീവിക്കുന്ന സമൂഹം, 10ാം ക്ലാസ് പ്രഘോഷിക്കുന്ന സമൂഹം. സമൂഹം എന്ന് പറഞ്ഞുകൊണ്ടാണ് 8, 9, 10 ക്ലാസ്സുകൾ അവസാനിക്കുക. അപ്പോൾ 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളിൽ വെളിപാടിൻ്റെ ചരിത്രത്തിലൂടെ ആരാണ് ദൈവം എന്ന് നാം പഠിച്ചെങ്കിൽ 8, 9, 10 ക്ലാസ്സുകളിലൂടെ ആ വെളിപാടിനോടുള്ള മനുഷ്യൻ്റെ പ്രത്യുത്തരമാണ് 8, 9, 10 ക്ലാസ്സുകളിൽ നാം കാണുക. 1 മുതൽ 7 വരെ ക്ലാസ്സുകളിൽ ആരാണ് ദൈവം എന്ന് നാം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ആ ദൈവത്തോട് നമുക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്ന നമ്മുടെ പ്രതികരണമാണ് സൃഷ്ടാവായി പരിപാലിച്ച് രക്ഷിക്കുന്ന ദൈവത്തെ നാം ആരാധിക്കുക എന്നുള്ളത്. ദൈവം സൃഷ്ടാവും നാം സൃഷ്ടിയുമായിരിക്കെ ആ സൃഷ്ടാവായ ദൈവത്തെ, പരിപാലിക്കുന്ന ദൈവത്തെ, രക്ഷിക്കുന്ന ദൈവത്തെ ആരാധിക്കുക, സ്തുതിക്കുക എന്നുള്ളതാണ് ഒരു സൃഷ്ടിയുടെ അടിസ്ഥാനപരമായ കടമ. അതുകൊണ്ടാണ് 8ാമത്തെ പാഠത്തിൽ വെളിപാടിൻ്റെ ചരിത്രത്തോടുള്ള മനുഷ്യൻ്റെ ആദ്യത്തെ പ്രതികരണം എന്ന് പറയുക ആരാധനയാണ്. അതുകൊണ്ടാണ് 8ാമത്തെ ക്ലാസ്സിൽ ആരാധിക്കുന്ന സമൂഹം, നമ്മുടെ പുസ്തകത്തിൻ്റെ ടൈറ്റിൽ തന്നെ ആരാധിക്കുന്ന സമൂഹം എന്ന് പറഞ്ഞുകൊണ്ടാണ്. 1 മുതൽ 7 വരെ ക്ലാസ്സുകളിൽ ആരാണ് ദൈവം എന്ന് പഠിച്ചെങ്കിൽ 8ാം ക്ലാസ്സിൽ ആ ദൈവത്തെ നാം ആരാധിക്കുകയാണ്. ആ ദൈവത്തോടുള്ള വിശ്വാസികളുടെ പ്രതികരണമാണ് 8ാമത്തെ ക്ലാസ്സിൽ. അപ്പം വെളിപാടിൻ്റെ ചരിത്രത്തോടുള്ള മനുഷ്യൻ്റെ പ്രത്യുത്തരമാണ് വിശ്വാസമെന്ന് പറയാറുണ്ട്. അപ്പോൾ ആരാണ് ദൈവം എന്ന ആ ബോധ്യത്തിൽ നിന്ന് ആ ദൈവത്തെ സ്തുതിക്കുവാൻ, ആരാധിക്കുവാൻ കുട്ടിയെ നമ്മൾ ഒരുക്കുകയാണ്. അതാണ് ആരാധിക്കുന്ന സമൂഹം. അപ്പോൾ അറിഞ്ഞ ദൈവം 8ാം ക്ലാസ്സിൽ ആ ദൈവത്തെ നമ്മൾ ആരാധിക്കുകയാണ്. 1 മുതൽ 7 വരെ നാം അറിഞ്ഞ ദൈവം, 8ാം ക്ലാസ്സിൽ ആരാധിച്ച ദൈവം 9ാം ക്ലാസ്സിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി തീരും. അതുകൊണ്ടാണ് 9ാം ക്ലാസ്സിൽ ജീവിക്കുന്ന സമൂഹം, അറിഞ്ഞ ദൈവം, ആരാധിച്ച ദൈവം എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാകണം, ജീവിക്കുന്ന സമൂഹം. അപ്പോൾ 1 മുതൽ 7 വരെ ഞാൻ ദൈവത്തെ അറിഞ്ഞു, 8ാം ക്ലാസ്സിൽ ആരാധിച്ചു, അറിഞ്ഞ് ആരാധിച്ച ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി 9ാം ക്ലാസ്സിൽ. 10ാം ക്ലാസ്സിൽ അറിഞ്ഞ് ആരാധിച്ച് ജീവിതത്തിൻ്റെ ഭാഗമായ ദൈവത്തെ ഞാൻ പ്രഘോഷിക്കുകയാണ്. അതുകൊണ്ടാണ് 10ാം ക്ലാസ്സിൽ പ്രഘോഷിക്കുന്ന സമൂഹം. അപ്പോൾ 8, 9, 10 ക്ലാസ്സുകളിൽ വെളിപാടിനോടുള്ള ആരാണ് ദൈവം എന്ന ആ അറിവിനോടുള്ള നമ്മുടെ പ്രത്യുത്തരമായിട്ടാണ്
8-9 ക്ലാസ്സുകൾ നാം പഠിക്കുക. അതുകൊണ്ടാണ് അതിൻ്റെ ടൈറ്റിലിൻ്റെ അവസാനം സമൂഹം എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിക്കുക. ആരാധിക്കുന്ന സമൂഹം, ജീവിക്കുന്ന സമൂഹം, പ്രഘോഷിക്കുന്ന സമൂഹം. അപ്പോൾ വെളിപാടിൻ്റെ ചരിത്രത്തോടുള്ള പ്രത്യുത്തരമായിട്ടാണ് 8-9 ക്ലാസ്സുകൾ നമ്മൾ പ്രത്യേകമായിട്ട് ക്രമീകരിച്ചിരിക്കുന്നത്. ഈ എപ്പിസോഡിൽ പ്രധാനമായും നമ്മൾ 8ാം ക്ലാസ്സാണ് ചർച്ച ചെയ്യുക. ആരാധിക്കുന്ന സമൂഹം. ആരാധിക്കുന്ന സമൂഹം എന്ന് പറയുമ്പോൾ തന്നെ അത് സഭയുമായി അടിസ്ഥാനപരമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആരാധനയില്ലാതെ സഭയില്ല, സഭയില്ലാതെ ആരാധനയുമില്ല. അതുകൊണ്ട് ആരാധിക്കുന്ന സമൂഹം എന്ന് പറഞ്ഞുകൊണ്ട് സഭയെക്കുറിച്ചാണ് നാം ഇവിടെ ഈ പാഠത്തിൽ പ്രത്യേകമായിട്ട് ചർച്ച ചെയ്യുക. എക്ലേസിയോളജി, സഭാശാസ്ത്രമാണ് പ്രധാനമായും ഈ പാഠത്തിലൂടെ നമ്മൾ പ്രത്യേകമായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുന്നത്. നമുക്കറിയാം, സഭ എന്ന ആ പദം സുവിശേഷത്തിൽ 3 പ്രാവശ്യം പ്രത്യേകമായിട്ട് മത്തായിയുടെ സുവിശേഷത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 16-18 യേശു പത്രോസിനോട് പറയുന്നുണ്ട്, നീ പത്രോസാണ്, ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ പണിയും. അതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷം 18-17 നാം ഇത് കാണുന്നുണ്ട്. സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ പ്രതിസന്ധി വരുമ്പോൾ കർത്താവ് ശിഷ്യന്മാരോട് പറയുകയാണ്, അവൻ അവരെയും അനുസരിക്കുന്നില്ലെങ്കിൽ സഭയോട് പറയുക, സഭയെയും അവൻ അനുസരിക്കുന്നില്ലെങ്കിൽ അവൻ നിനക്ക് വിജാതീയനെ പോലെയും പുറജാതിക്കാരനെ പോലെയും ആയിക്കൊള്ളട്ടെ. ഇവിടെയെല്ലാം സഭ എന്ന് പറഞ്ഞിടത്ത് ഇംഗ്ലീഷിൽ ചർച്ച് എന്നും ഗ്രീക്കിൽ എക്ലേസിയ എന്ന പദവുമാണ് ഉപയോഗിച്ചിരിക്കുക. എക്ലേസിയ എന്ന പദം ഗ്രീക്കിൽ ഉത്ഭവിച്ച ഒരു പദമാണ്. എക്ലേസിയ എന്ന് പറഞ്ഞാൽ ഒരു പ്രാദേശിക സ്ഥലത്തെ പ്രതിനിധി സഭയെയാണ് എക്ലേസിയ എന്ന് പറയുക. ഭരണ സൗകര്യാർത്ഥം രാജാവ് തിരഞ്ഞെടുക്കപ്പെട്ട ചില വ്യക്തികളെ ഒന്നിച്ചുകൂട്ടി അവരുമായിട്ട് ആലോചന നടത്തിയാണ് ഭരണം നിർവഹിക്കുക. അപ്പോൾ ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു എക്ലേസിയ ഉണ്ടായിരിക്കും, രാജാവിനാൽ പ്രത്യേകം വിളിച്ചു കൂട്ടപ്പെട്ട ഒരു സമൂഹം. അപ്പോൾ രാജ്യത്ത് ഒരു യുദ്ധമുണ്ടാകുമ്പോൾ, എക്കണോമിക് റിഫോംസ് നടത്തുമ്പോൾ, പ്രധാനപ്പെട്ട കാര്യങ്ങൾ രാജ്യത്ത് സംഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ പ്രദേശവുമായി ബന്ധപ്പെട്ട പ്രത്യേക സംഭവങ്ങൾ നടക്കുമ്പോൾ ഈ എക്ലേസിയ വിളിച്ചുകൂട്ടി അവരോട് ആലോചന ചോദിക്കും. അങ്ങനെ രാജാവിന് ഉപദേശം നൽകുന്ന ഒരു പ്രാദേശിക പ്രതിനിധി സഭയാണ് എക്ലേസിയ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുക. അപ്പോൾ എക്ലേസിയ എന്ന് പറഞ്ഞാൽ വിളിച്ചു കൂട്ടപ്പെട്ടവരുടെ സമൂഹം, വിളിച്ചു കൂട്ടപ്പെട്ടവരുടെ സമൂഹം. പൊളിറ്റിക്കൽ അർത്ഥത്തിൽ രാജാവിനാൽ വിളിച്ചു കൂട്ടപ്പെട്ടവരുടെ സമൂഹമാണ് എക്ലേസിയ. സഭയുടെ പശ്ചാത്തലത്തിൽ ദൈവത്താൽ വിളിച്ചു കൂട്ടപ്പെട്ടവരുടെ സമൂഹമാണത്. പഴയ നിയമത്തിൽ ഇസ്രായേൽ ദൈവത്താൽ വിളിച്ചു കൂട്ടപ്പെട്ടവരുടെ സമൂഹമായിരുന്നു. പുറപ്പാട് 19-ാം അധ്യായം നമ്മൾ കാണുന്നുണ്ട് എക്ലേസിയ എന്ന പദം. അപ്പോൾ ഇസ്രായേൽ ജനം ദൈവത്താൽ പ്രത്യേകം വിളിച്ചു കൂട്ടപ്പെട്ടവരുടെ സമൂഹമായിരുന്നു. പുതിയ നിയമത്തിലും അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നമ്മൾ പലയിടത്തും കാണുന്നുണ്ട്, ദൈവത്താൽ പ്രത്യേകം വിളിച്ചു കൂട്ടപ്പെട്ടവരുടെ സമൂഹമാണ് ആദിമസഭ. അപ്പോൾ ചുരുക്കത്തിൽ എക്ലേസിയ എന്ന പദം മലയാളത്തിൽ നമ്മൾ സഭ എന്ന് പറയുന്നു, ഇംഗ്ലീഷിൽ നമ്മൾ ചർച്ച് എന്ന് മനസ്സിലാക്കുന്നു. ദൈവത്താൽ പ്രത്യേകം വിളിച്ചു കൂട്ടപ്പെട്ടവരുടെ ഒരു കൂട്ടായ്മ എന്ന നിലയിലാണ് നാം ഈ പദത്തെ മനസ്സിലാക്കുക. എന്നാൽ അതിന് തത്തുല്യമായ മറ്റൊരു പദമുണ്ട്, കിറിയാക്കെ അല്ലെങ്കിൽ കുറിയാക്കെ. അതിൻ്റെ അർത്ഥം കർത്താവിനുള്ളത്, കർത്താവിൻ്റേത്. കീരിയോസ് എന്ന പദത്തിൽ നിന്നാണ് ഈ കിറിയാക്കെ എന്ന പദം രൂപപ്പെട്ടത്. ക്യൂരിയോസ് എന്ന പദത്തിൻ്റെ അർത്ഥം ദ ലോർഡ്, കർത്താവ് എന്നാണ്. അതിൽ നിന്നാണ് കർത്താവിനുള്ളത് കിറിയാക്കെ. അപ്പോൾ കർത്താവിനുള്ളത്, കർത്താവിൻ്റേത് എന്ന അർത്ഥത്തിൽ സഭയെ പ്രത്യേകമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് ജർമ്മൻ ഭാഷയിൽ കീർഹെ എന്ന പദമാണ് ഉപയോഗിക്കുക. അതിൽ നിന്നാണ് പിന്നെ ഇംഗ്ലീഷിൽ ചർച്ച് എന്ന പദം, കർത്താവിനുള്ളത്, കർത്താവിൻ്റേത്. നമുക്കറിയാം സഭ കർത്താവിൻ്റെ ശരീരമാണ്, കർത്താവിൻ്റെ തുടർച്ചയാണ് എന്നൊക്കെയുള്ള ആശയങ്ങളൊക്കെ അതിൽ അന്തർലീനമാണ്. അപ്പോൾ കർത്താവിൻ്റേത്, കർത്താവിനുള്ളത് എന്ന ആശയതലത്തിലാണ് ജർമ്മൻ ഭാഷയിൽ കീർഹെ എന്നും ഇംഗ്ലീഷിൽ ചർച്ച് എന്ന വാക്കുണ്ടായത്. എങ്കിലും എക്ലേസിയ എന്ന പദത്തിൻ്റെ തർജ്ജിമയായിട്ടാണ് പലയിടത്തും ചർച്ച് എന്ന പദം ഇംഗ്ലീഷിൽ പൊതുവായിട്ട് ഉപയോഗിക്കുക. മലയാളത്തിൽ സഭ എന്നും പള്ളിക്കെട്ടിടത്തിന് പള്ളി എന്നും നമ്മൾ പറയാറുണ്ട്. സുറിയനി ഭാഷയിൽ സഭയ്ക്ക് ഈത്തോ എന്ന പദമാണ് ഉപയോഗിക്കുക. നമുക്കറിയാം ഇംഗ്ലീഷ് ഭാഷയിലും ജർമ്മൻ ഭാഷയിലും മറ്റു ഭാഷകളിലും ഒക്കെ സഭയ്ക്കും പള്ളിക്കും ഒരേ പേരാണ് ഉപയോഗിക്കുക. സെൻറ്റ് മേരീസ് കാത്തലിക് ചർച്ച് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സ്ഥലത്തെ പള്ളിയാണ് ഉദ്ദേശിക്കുക, ഇടവകയാണ് ഉദ്ദേശിക്കുക. അവിടെ സെൻറ്റ് മേരീസ് കാത്തലിക് ചർച്ച് എന്നാണ് പറയുക.
എന്നാൽ സഭയെ പൊതുവായിട്ട് പറയാനും ചർച്ച് എന്നുള്ള പദമാണ് ഉപയോഗിക്കുക. എന്നാൽ മലയാളത്തിൽ നമ്മൾ അങ്ങനെയല്ല പറയുക. സഭയെ പൊതുവായി മനസ്സിലാക്കാൻ സഭയെന്ന് പറയുമ്പോൾ സെൻറ്റ് മേരീസ് കാത്തലിക് ചർച്ച് എന്നതിന് മലയാളം സെൻറ്റ് മേരീസ് കത്തോലിക്ക പള്ളി എന്നാണ്. സെൻറ്റ് മേരീസ് കത്തോലിക്ക സഭയെന്ന് നമ്മൾ പറയത്തില്ല. പള്ളിക്കും ഇടവകയ്ക്കുമായിട്ട് പള്ളി എന്നുള്ള പദമാണ്. ചുരുക്കത്തിൽ സഭയ്ക്കും ഇടവക അല്ലെങ്കിൽ പള്ളിക്കും രണ്ട് പേരാണ് മലയാളത്തിൽ ഉപയോഗിക്കുക, രണ്ട് പദങ്ങളാണ് മലയാളത്തിൽ ഉപയോഗിക്കുക. ഇംഗ്ലീഷിൽ മറ്റ് ഭാഷയിലും പള്ളിക്കും സഭയ്ക്കും ഒരേ വാക്കാണ് ഉപയോഗിക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഒരുപക്ഷേ സഭയെ പള്ളിയിൽ നിന്ന് വേർതിരിച്ച് കാണാൻ ബുദ്ധിമുട്ടാണ്. സഭ യാഥാർത്ഥ്യമാകുന്നത് പള്ളിയിലാണ്. അതുകൊണ്ടായിരിക്കാം സഭയ്ക്കും പള്ളിക്കും ഒരേ പദം മറ്റ് ഭാഷയിലൊക്കെ രൂപപ്പെട്ടത്. സഭ എന്ന് പറഞ്ഞാൽ വിളിച്ചു കൂട്ടപ്പെട്ടവരുടെ സമൂഹമാണ് എന്ന് നാം മനസ്സിലാക്കി. യേശുവിനെ അറിഞ്ഞ് മാനസാന്തരപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ മാമോദീസ സ്വീകരിച്ച് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവരുടെ കൂട്ടായ്മയാണ് സഭ എന്ന് നമുക്ക് പൊതുവായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം. മാമോദീസ സ്വീകരിച്ച ജനം മെത്രാനോടൊന്നിച്ച് ദേവാലയത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നിടത്ത് സഭ അതിൻ്റെ പൂർണ്ണ രൂപത്തിലുണ്ട് എന്ന് നാം മനസ്സിലാക്കും. അവിടെ ദൈവജനമുണ്ട്, അപ്പസ്തോലിക അധികാരമുള്ള മെത്രാനുണ്ട്, അതുപോലെ തന്നെ അവിടെ കുർബാന മധ്യേ കർത്താവിൻ്റെ അദൃശ്യമായ രക്ഷാകര സാന്നിധ്യമുണ്ട്. ഈ മൂന്ന് കാര്യങ്ങളാണ് സഭയെ സഭയാക്കുന്നത്. ഒന്നാമതായിട്ട് മാമോദീസ സ്വീകരിച്ച ദൈവജനം, രണ്ടാമതായിട്ട് അപ്പസ്തോലിക അധികാരമുള്ള മെത്രാൻ, മൂന്നാമതായിട്ട് കർത്താവിൻ്റെ അദൃശ്യമായ രക്ഷാകര സാന്നിധ്യം. അതുകൊണ്ട് സഭയെ ആരാധനയിൽ നിന്ന് വേർതിരിച്ച് നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ആരാധിക്കുന്ന സമൂഹം, അതാണ് സഭ. അപ്പോൾ സഭയെന്ന് പറയുമ്പോൾ സഭയെ ആരാധനയിൽ നിന്ന് വേർതിരിച്ച് കാണാൻ നമുക്ക് സാധിക്കത്തില്ല. ആരാധനയും സഭയും ഒരു യാഥാർത്ഥ്യത്തിൻ്റെ ഇരുവശങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒരു ആരാധനാ സമൂഹത്തെ, ഒരു ഇടവകയെ നമുക്ക് സഭയെന്ന് പറയാം. ഒരു പ്രദേശത്തെ വിശ്വാസ സമൂഹത്തെ നമുക്ക് സഭയെന്ന് പറയാം. ആഗോള വിശ്വാസ സമൂഹത്തെ നമുക്ക് സഭയെന്ന് പറയാം. അപ്പോൾ സഭയെന്ന് പറയുമ്പോൾ അതൊരു ആരാധനാ സമൂഹമാകാം, ഒരു പ്രാദേശിക സഭയാകാം, സാർവത്രിക സഭയുമാകാം. മൂന്ന് തലത്തിൽ നമുക്ക് സഭ എന്ന പദത്തിലൂടെ നമുക്ക് ഈ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കാം. 8ാം ക്ലാസ്സിൽ നമ്മൾ ആരാധിക്കുന്ന സമൂഹത്തെക്കുറിച്ചാണ് അഥവാ സഭയെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുക. 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളിൽ ഉൽപ്പത്തി മുതൽ സുവിശേഷങ്ങൾ വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ വിശുദ്ധലിഖിതത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാണുകയുണ്ടായി. എന്നാൽ ഇന്ന് നമ്മൾ 8ാം ക്ലാസ്സിൽ പ്രധാനമായിട്ട് പഠിക്കുക സുവിശേഷത്തിന് തുടർച്ചയായിട്ടുള്ള അപ്പസ്തോല പ്രവർത്തനമാണ്. നമ്മുടെ പുസ്തകത്തിൽ 4 ഭാഗങ്ങളുണ്ടെന്ന് നാം പഠിക്കുകയുണ്ടായി. 1-ാം ഭാഗം ബൈബിൾ, 2-ാം ഭാഗം ആരാധനക്രമം, 3-ാം ഭാഗം സഭാചരിത്രം, 4-ാം ഭാഗം ക്രിസ്തീയ ജീവിതം. അപ്പോൾ ബൈബിളിൻ്റെ ഭാഗത്ത് 7ാം ക്ലാസ്സിൽ നാം പഠിച്ചു നിർത്തിയതിന് തുടർച്ചയാണ് 8ാം ക്ലാസ്. സുവിശേഷങ്ങൾ നാം പഠിച്ചു നിർത്തി. കർത്താവിൻ്റെ ജനനം മുതൽ പെന്തിക്കോസ്ത് വരെയുള്ള സംഭവങ്ങൾ സുവിശേഷങ്ങളിൽ നാം പഠിച്ചു നിർത്തിയെടുത്ത് 8ാം ക്ലാസ്സിൽ സുവിശേഷങ്ങൾക്ക് തുടർച്ചയായ അപ്പസ്തോല പ്രവർത്തനം, പരിശുദ്ധാത്മാവിൻ്റെ ആഗമനവും പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തോടുകൂടി സഭയുടെ ആരംഭവും അതിൻ്റെ വളർച്ചയും അതുമായി ബന്ധപ്പെട്ട സഭയുടെ ദൈവശാസ്ത്ര ചിന്താധാരകളുമാണ് നമ്മൾ ഈ പുസ്തകത്തിലൂടെ പ്രധാനമായിട്ട് ചർച്ച ചെയ്യുക. 1 മുതൽ 8 വരെയുള്ള പാഠങ്ങൾ ബൈബിളിനായിട്ട് മാറ്റിവെച്ചിരിക്കുകയാണ്. അത് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനവും സഭയുടെ പ്രകടമായ തുടർച്ചയും സഭയുടെ വളർച്ചയും തുടർന്ന് സഭയുടെ ദൈവശാസ്ത്ര ചിന്തകളും 1 മുതൽ 8 വരെയുള്ള ക്ലാസ്സുകളിൽ നാം പഠിക്കുന്നു. 9 മുതൽ 15 വരെയുള്ള പാഠങ്ങളിൽ സഭയിലെ കൂദാശകൾ, 7 കൂദാശകളെക്കുറിച്ച് ക്രമമായി നമ്മൾ പഠിക്കുന്നു. 4ാം ക്ലാസ്സിൽ നമ്മൾ കൂദാശകളെക്കുറിച്ച് ഒരു പാഠത്തിൽ നമ്മൾ ഒന്നിച്ച് കൂദാശകൾ 7 എണ്ണം ഏതൊക്കെയാണെന്ന് പ്രത്യേകമായിട്ടും പഠിക്കാൻ ശ്രമിച്ചു. എന്നാൽ 8ാം ക്ലാസ്സിൽ 9 മുതൽ 15 വരെയുള്ള പാഠങ്ങളിലൂടെ ഓരോ കൂദാശയ്ക്കും ഓരോ പാഠം മാറ്റിവെച്ചിരിക്കുകയാണ്. ആരാധിക്കുന്ന സമൂഹമാണ് സഭയെങ്കിൽ ആ സഭ ജീവിക്കുന്നത് അതിൻ്റെ ആരാധനയിലൂടെയാണ്. ആരാധനയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കൂദാശകളാണ്. അതുകൊണ്ടാണ് സഭയെക്കുറിച്ച് പറഞ്ഞപ്പോൾ, സഭയുടെ ശാസ്ത്രം പറഞ്ഞപ്പോൾ സഭയുടെ അവിഭാജ്യ ഘടകമായ ആരാധനയിലെ കൂദാശകളെക്കുറിച്ച് ഈ 2ാം ഭാഗത്ത് ചർച്ച ചെയ്യുക. അപ്പോൾ 7 കൂദാശകളെക്കുറിച്ച് മലങ്കര സഭയുടെ ആരാധന രീതി ഉൾപ്പെടെ 7 കൂദാശകളെക്കുറിച്ച് ഈ ഭാഗത്ത് വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. 16 മുതൽ 18 വരെയുള്ള
പാഠങ്ങളിൽ തിരുസഭാ ചരിത്രം നമ്മൾ പ്രത്യേകമായിട്ട് ചർച്ച ചെയ്യുകയാണ്. 5, 6, 7 ക്ലാസ്സുകളിൽ ഭാരതസഭാ ചരിത്രം നമ്മൾ കാണുകയുണ്ടായി. തോമാസ് ശ്ലീഹ മുതൽ മലങ്കര സുറിയാനി കത്തോലിക്ക സഭ വരെയുള്ള ചരിത്രം നമ്മൾ പൊതുവായിട്ട് ഭാരതസഭാ ചരിത്രം നമ്മൾ പഠിച്ചു. എന്നാൽ 16, 17, 18 3 പാഠങ്ങളിലൂടെ നമ്മൾ തിരുസഭാ ചരിത്രം, ആഗോള സഭയുടെ മൊത്തം ചരിത്രത്തെ പൊതുവായിട്ട് കാണാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ സഭ ആദ്യ 4 നൂറ്റാണ്ടുകളിൽ, അതിനുശേഷം സഭയിലെ പിതാക്കന്മാർ, സഭാപിതാക്കന്മാരെന്നറിയപ്പെടുന്ന പൗരസ്ത്യ പാശ്ചാത്യ സഭാപിതാക്കന്മാരെ അവതരിപ്പിച്ചുകൊണ്ട് 7 നൂറ്റാണ്ട് വരെയുള്ള സഭയുടെ വളർച്ച, ഈ കാര്യങ്ങളാണ് സഭാചരിത്രത്തിൽ നമ്മൾ കാണുക. 19, 20 പാഠങ്ങൾ ക്രിസ്തീയ ജീവിതം. ആ പാഠങ്ങൾ പ്രത്യേകിച്ച് കൗമാര പ്രശ്നങ്ങൾ, മാധ്യമങ്ങൾ, നന്മയും തിന്മയും, ഈ 2 വിഷയങ്ങളാണ്. കൗമാരത്തിലെ വളർച്ചയിലുണ്ടാകുന്ന പ്രതിസന്ധികളും പ്രശ്നങ്ങളും എന്താണെന്ന് കുട്ടികൾക്ക് ബോധ്യം നൽകുക. അതുപോലെ തന്നെ മാധ്യമങ്ങളിലൂടെ ഇന്ന് ഉണ്ടാകുന്ന വലിയ തിന്മയുടേതായ സാധ്യതകളുണ്ട്. ഒരു വശത്ത് ഒത്തിരി നന്മ ഉള്ളപ്പോൾ തിന്മയുടെ സാധ്യതകളുമുണ്ട്. അതെന്തൊക്കെയാണെന്ന് കുട്ടികൾക്ക് ബോധ്യം നൽകുന്നതിനാണ് 20ാമത്തെ പാഠം. അങ്ങനെ ക്രിസ്തു ജീവിതം 2 പാഠങ്ങൾ പ്രത്യേകമായിട്ട് അവതരിപ്പിച്ചിരിക്കുകയാണ്. 8ാം പാഠത്തിൻ്റെ ടൈറ്റിൽ ആരാധിക്കുന്ന സമൂഹം നമ്മൾ കണ്ടു. പ്രത്യേകിച്ചും ഇതിൻ്റെ 1ാം ഭാഗത്ത് ബൈബിളിലെ 8 പാഠങ്ങൾ, അല്ലെങ്കിൽ ബൈബിളുമായി ബന്ധപ്പെട്ട 8 പാഠങ്ങളാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുക. സുവിശേഷങ്ങളിൽ അവതരിപ്പിച്ചിരിക്കുന്ന യേശുവിനെ നമ്മൾ 7ാം ക്ലാസ്സിൽ നാം കണ്ടു. യേശുവിൻ്റെ കുരിശുമരണവും ഉത്ഥാനവും സ്വർഗാരോഹണവും തുടർന്ന് പെന്തക്കോസ്തിയും നാം 7ാം ക്ലാസ്സിൽ ചർച്ച ചെയ്യുകയുണ്ടായി. 8ാം ക്ലാസ്സിലെ 1ാം പാഠം ആരംഭിക്കുന്നത് അപ്പസ്തോല പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. സുവിശേഷം കഴിഞ്ഞ് നമ്മൾ അപ്പസ്തോല പ്രവർത്തനത്തിലേക്ക് പ്രവേശിക്കുകയാണ്, ബൈബിളിൻ്റെ ഭാഗം. അപ്പോൾ 7ാം ക്ലാസ്സിൻ്റെ തുടർച്ചയാണ് 8ാം ക്ലാസ്സിൽ നാം പഠിക്കുക. അപ്പസ്തോല പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ആ വരവിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. നമുക്കറിയാം, യഹൂദന്മാരുടെ പെസഹ തിരുനാളിൻ്റെ 50ാം ദിവസമായിരുന്നു പെന്തക്കോസ്ത്. പെന്തക്കുസ്ത എന്ന വാക്കിന് അർത്ഥം തന്നെ 50ാം ദിവസമെന്നാണ്. അപ്പോൾ യഹൂദജനം 3 തിരുനാളുകൾക്ക് ജെറുസലേമിൽ ഒന്നിച്ചുകൂടുക പതിവായിരുന്നു. പെസഹ, പെന്തക്കോസ്തി, കൂടാരപ്പെരുന്നാൾ. അപ്പോൾ പെസഹായ്ക്ക് വന്ന ജനം അവരെല്ലാം യേശുവിൻ്റെ അതിദാരുണമായ കുരിശുമരണത്തെക്കുറിച്ച് കേട്ടു, മനസ്സിലാക്കി. അതേ ജനം വീണ്ടും ജെറുസലേമിൽ സമ്മേളിച്ചപ്പോഴാണ് പരിശുദ്ധാത്മാവിൻ്റെ ആവാസം യഹൂദന്മാരുടെ പെന്തക്കോസ്തായിൽ സംഭവിക്കും. കർത്താവിൻ്റെ മരണശേഷം ശിഷ്യന്മാരെല്ലാവരും ഭയന്നു വിറച്ച് പുറത്തിറങ്ങാൻ സാധിക്കാത്ത വിധം അവരസ്വസ്ഥരായി ഭയത്തിൽ കഴിയുകയായിരുന്നു. അവർ ജെറുസലേമിൽ സെഹ്യോൻ മാളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ തീനാവിൻ്റെ രൂപത്തിൽ പരിശുദ്ധാത്മ സാന്നിധ്യം അവരുടെ മേൽ വന്നു. അങ്ങനെ അവരെല്ലാവരും പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ അവർ ശക്തി പ്രാപിച്ചു. അപ്പസ്തോല ഗണത്തിൻ്റെ തലവനായി പത്രോസ് മറ്റ് 11 ശിഷ്യന്മാരോടൊപ്പം എഴുന്നേറ്റ് നിന്ന് ജനക്കൂട്ടത്തോട് പ്രസംഗിച്ചു. എന്നിട്ട് പത്രോസ് പറയുകയാണ്, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം മൂലമാണ് ഇവർ ഇങ്ങനെ സംസാരിക്കുന്നത്. നിങ്ങൾ കുരിശിൽ തറച്ചു വന്ന യേശുവിനെ ദൈവം ഉയർപ്പിച്ചു, ഞങ്ങളതിന് സാക്ഷികളാണ്. പത്രോസിൻ്റെ പ്രസംഗം അവിടെ കൂടിയിരുന്ന ആയിരക്കണക്കിന് ജനങ്ങൾ അവരവരുടെ ഭാഷയിൽ ശ്രവിച്ചു. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പത്രോസിന് അവർ ചോദിച്ചപ്പോൾ പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ, പരിശുദ്ധാത്മാവിൻ്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. അപ്പസ്തോല പ്രവർത്തനം 2:38. പത്രോസിൻ്റെ പ്രസംഗം കേട്ട് 3000-ഓളം ആളുകൾ മാനസാന്തരപ്പെട്ട് സ്നാനം സ്വീകരിച്ച് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു. അങ്ങനെ ജെറുസലേമിൽ സഭയ്ക്ക് തുടക്കമിട്ടു. യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് മാമോദീസ സ്വീകരിച്ച് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവരുടെ ഒരു കൂട്ടായ്മ, വിളിച്ചു കൂട്ടപ്പെട്ടവരുടെ സമൂഹം, സഭ ജെറുസലേമിൽ ആരംഭിച്ചു. ക്രമേണ ജെറുസലേമിൽ ആ സഭ വളർന്നു വന്നു. ആ സമൂഹത്തെ, സഭയെ നയിച്ചുകൊണ്ടിരുന്നത് പരിശുദ്ധാത്മാവായിരുന്നു. ആദിമസഭയെക്കുറിച്ച് ഇപ്രകാരം അപ്പസ്തോല പ്രവർത്തനം പഠിപ്പിക്കുന്നു. അപ്പസ്തോല പ്രവർത്തനം 2:42. അവർ അപ്പസ്തോലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ സദാ താല്പര്യപൂർവ്വം പങ്കുചേർന്നു. 4 കാര്യങ്ങളാണ് പ്രത്യേകിച്ച് അവിടെ പറയുക. ആദിമ ക്രൈസ്തവ സമൂഹം അപ്പസ്തോലന്മാരുടെ പ്രബോധനത്തിന് വലിയ പ്രാധാന്യം കൊടുത്തിരുന്നു. അത് യേശുവിൽ നിന്ന് അവർ കേൾക്കുന്ന പോലെ തന്നെ
അപ്പസ്തോലന്മാരിൽ നിന്നും അവർ കേൾക്കുകയാണ്. അപ്പസ്തോലന്മാരുടെ പ്രബോധനത്തിന് വലിയ പ്രാധാന്യം കൊടുത്തു. രണ്ടാമതായിട്ട് കൂട്ടായ്മ, ഫെലോഷിപ്പ്. അവരൊന്നുചേർന്ന് വലിയ സ്നേഹത്തിൻ്റെ കൂട്ടായ്മ അവർ അനുഭവിച്ചു. വിശ്വസിച്ചവർ എല്ലാവരും ഒറ്റ സമൂഹമാകുകയും തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം പൊതുവായി കരുതുകയും ചെയ്തു. അവർ തങ്ങളുടെ സ്വത്തുക്കളും വസ്തുക്കളും വിറ്റ് ആവശ്യാനുസരണം എല്ലാവർക്കുമായി വീതിച്ചു. ഏക മനസ്സോടെ അനുദിനം താല്പര്യപൂർവ്വം ദേവാലയത്തിൽ ഒന്നിച്ചുകൂടുകയും ഭവനം തോറും അപ്പം മുറിക്കുകയും ഹൃദയലാളിത്യത്തോടും ആഹ്ലാദത്തോടും കൂടി ഭക്ഷണത്തിൽ പങ്കുചേരുകയും ചെയ്തിരുന്നു. അവർ ദൈവത്തെ സ്തുതിക്കുകയും എല്ലാ മനുഷ്യരെയും സംപ്രീതിക്ക് പാത്രമാവുകയും ചെയ്തു. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2:44-47. സ്നേഹത്തിന് വലിയ കൂട്ടായ്മ അവർ അനുഭവിച്ചു. അവർക്ക് ഒരേ മനസ്സും ഒരേ ഹൃദയവുമായിരുന്നു. ഒന്നിച്ചു കൂടിയപ്പോഴെല്ലാം അവർ അപ്പം മുറിച്ചു. നമുക്കറിയാം, ആദ്യ കാലഘട്ടത്തിൽ യഹൂദ സിനഗോഗുകളിലായിരുന്നു അവർ ഒന്നിച്ചു കൂടിയിരുന്നെങ്കിൽ ക്രൈസ്തവരുടെ ആരംഭകാലമായപ്പോഴേക്കും സിനഗോഗുകളിൽ നിന്ന് അവരെ പുറത്താക്കി, ക്രിസ്ത്യാനികളെ പുറത്താക്കി. അതിനാൽ സ്വന്തമായി ദേവാലയങ്ങളില്ലാഞ്ഞതിനാൽ അവരുടെ ഭവനങ്ങളിലാണ് അവർ ഒന്നിച്ചു കൂടിയിരുന്നതും അപ്പം മുറിച്ചിരുന്നതും. കർത്താവിൻ്റെ ഉയർപ്പ് ദിനം ഞായറാഴ്ചയായതിനാൽ സാബത്തിനു പകരം ക്രമേണ ഞായറാഴ്ച ആരാധനയുടെ ദിവസമായി അവർ ആചരിച്ചു. അങ്ങനെ സാബത്തിന് പകരം ഞായറാഴ്ച കർത്താവിൻ്റെ ഉത്ഥാന ദിവസം അവരൊന്നിച്ചുകൂടി അപ്പം മുറിച്ചു. ആദിമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ഉറവിടമായിരുന്നു വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാനയിലെ കർത്താവിൻ്റെ സാന്നിധ്യമാണ് ആദിമ ക്രൈസ്തവ സമൂഹത്തെ മുൻപോട്ട് നയിച്ചിരുന്നത്. ആദ്യകാലത്ത് ഭവനങ്ങളിൽ കൂടി അവർ അപ്പം മുറിക്കുകയും പ്രാർത്ഥിക്കുകയും സങ്കീർത്തനങ്ങൾ ആലപിക്കുകയും ചെയ്തു. അതിൻ്റെ വികസിത രൂപമാണ് പിന്നീട് ഇന്ന് നാം ചൊല്ലുന്ന വിശുദ്ധ കുർബാന എന്ന് നാം മനസ്സിലാക്കണം. അപ്പോൾ ആദിമ ക്രൈസ്തവ സഭയെ മുൻപോട്ട് നയിച്ച വലിയൊരു യാഥാർത്ഥ്യമായിരുന്നു വിശുദ്ധ കുർബാനയിലെ കർത്താവിൻ്റെ സാന്നിധ്യം. നമുക്കറിയാവുന്ന പുതിയ നിയമഗ്രന്ഥങ്ങളൊന്നും എഴുതപ്പെട്ടിട്ടില്ല. പുതിയ നിയമഗ്രന്ഥങ്ങൾ AD 55 ശേഷമാണ് എഴുതപ്പെട്ടത്. അതിനുശേഷം അത് ലിഖിതമായി അവരുടെ കൈകളിൽ എത്തുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ്. അപ്പോൾ ആ കാലങ്ങളിലൊക്കെ അവരെ നയിച്ചത് ഈ അദൃശ്യമായ കർത്താവിൻ്റെ സാന്നിധ്യം, വിശുദ്ധ കുർബാനയിലെ കർത്താവിൻ്റെ സാന്നിധ്യം. ഒന്നിച്ചു കൂടുമ്പോൾ ഒരപ്പം മുറിച്ച് ആ അപ്പത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യം അവരനുഭവിച്ചു. അപ്പോൾ ആദിമസഭയെ നയിച്ചിരുന്നത് ഈ 4 ഘടകങ്ങളായിരുന്നു. അപ്പോസ്തലന്മാരുടെ പ്രബോധനം, അവരുടെ കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന. ഇതിനോട് ചേർന്നുള്ള ആരാധന, ജീവിതസാക്ഷ്യം, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കുട്ടികളെ പഠിപ്പിച്ച് അവർക്ക് കൂടുതൽ ബോധ്യം നൽകാവുന്നതാണ്. രണ്ടാം പാഠം, സഭ വളരുന്നു. പെന്തിക്കോസ്തിയിൽ സഭയ്ക്ക് അടിസ്ഥാനമിട്ടെങ്കിൽ ആ സഭ ക്രമേണ വളരുകയാണ്. പ്രത്യേകിച്ചും സഭയുടെ കാണപ്പെടുന്ന അധികാരത്തിൻ്റെ കേന്ദ്രമായിരിക്കുന്ന പത്രോസിലൂടെ. പെന്തിക്കോസ്തിയിൽ പരിശുദ്ധാത്മാവ് സ്വീകരിച്ച പത്രോസ് ശിഷ്യന്മാരുടെ തലവനെന്ന നിലയിൽ പത്രോസാണ് ജനത്തോട് ആദ്യം സംവദിക്കുന്നത്, പ്രഘോഷിക്കുന്നത് കർത്താവിൻ്റെ ഉത്ഥാനം. അപ്പോൾ പത്രോസിൻ്റെ നേതൃത്വത്തിലാണ് ആദിമസഭ വളർന്നു വരിക. ഉത്ഥാനം ചെയ്ത കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, മർക്കോസ് 16:15, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കണം. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാവരോടും സുവിശേഷം പ്രഘോഷിക്കണമെന്ന് കർത്താവ് പറഞ്ഞത് അപ്പസ്തോലന്മാരോടാണ്. അവർക്കാണ് അധികാരം നൽകിയത്. കർത്താവിൻ്റെ അടുക്കൽ രോഗസൗഖ്യത്തിന് വേണ്ടി അനേകർ വന്നു, അപ്പം തിന്നാൻ വേണ്ടി അനേകർ വന്നു, കർത്താവിൻ്റെ പ്രഘോഷണം കേൾക്കാൻ വേണ്ടി ആയിരങ്ങൾ വന്നു. അവരോടെല്ലാവരോടും ഒന്നും കർത്താവ് പറഞ്ഞില്ല, നിങ്ങൾ പോയി ലോകമെങ്ങും സുവിശേഷം പ്രഘോഷിക്കാൻ. 12 പേർക്ക് മാത്രമായിട്ട് കൊടുത്ത പ്രത്യേക അധികാരമാണ്. അപ്പോൾ 12 ശിഷ്യന്മാർക്കാണ് ഈ അവകാശം കൊടുത്തത്. അതുകൊണ്ട് അപ്പസ്തോലന്മാരോ അവരാൽ ഐക്യപ്പെടുന്നവരോ ആണ് സുവിശേഷം പ്രഘോഷിക്കേണ്ടത്. അപ്പോൾ സുവിശേഷ പ്രഘോഷണത്തിനൊരു അതോറിറ്റി, അധികാരം ആവശ്യമാണ്. അതുകൊണ്ട് വിശുദ്ധ പൗലോസ് പറയുന്നുണ്ട്, ഐക്യപ്പെടാതെ എങ്ങനെ പ്രസംഗിക്കും, പ്രസംഗിക്കാതെ എങ്ങനെ കേൾക്കും, കേൾക്കാതെ എങ്ങനെ വിശ്വസിക്കും. അപ്പോൾ പത്രോസും 11 ശിഷ്യന്മാരും ചേർന്ന അപ്പസ്തോല സമൂഹത്തിനാണ് ഈ പ്രഘോഷണത്തിനുള്ള അധികാരം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് അവരാൽ നയിക്കപ്പെടുന്ന, അവർ ചുമതലപ്പെടുത്തിയവർക്കോ മാത്രമാണ് ഈ സുവിശേഷം ആധികാരികമായി പ്രഘോഷിക്കാൻ കഴിയുക. പത്രോസിനെ സഭയുടെ തലവനായി, അപ്പസ്തോല ഗണത്തിൻ്റെ തലവനായി നിയമിക്കുന്നത് നാം കാണുന്നുണ്ട്. മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിൽ 18-ാം വാക്യത്തിൽ, പത്രോസേ നീ പാറയാവുന്നു, ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ
പണിയും. നരക കവാടങ്ങൾ അതിനെ പ്രബലപ്പെടുകയില്ല. സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരും. താക്കോൽ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? അത് അധികാരത്തിൻ്റെ സിമ്പിളാണ് താക്കോൽ. സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ. ഈ ഭൂമിയിൽ കിട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. അപ്പോൾ അധികാരം നൽകുകയാണ്. അങ്ങനെ പത്രോസിൻ്റെ നേതൃത്വത്തിൽ പ്രേക്ഷിത ദൗത്യം ആരംഭിക്കുകയാണ്. പത്രോസിൻ്റെ അത്ഭുത പ്രവർത്തനങ്ങൾ. മുടന്തിന് പത്രോസ് സൗഖ്യം കൊടുക്കുന്നത് അപ്പോസ്തല പ്രവർത്തനം 3:1-10. മുടന്തിനോട് പത്രോസ് പറഞ്ഞു, നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കുക. ഉടൻ തന്നെ അവൻ സൗഖ്യം പ്രാപിച്ചു. പത്രോസ് ശ്ലീഹ നടന്നു പോകുമ്പോൾ അവൻ്റെ നിഴൽ പതിച്ചാൽ രോഗികൾക്ക് സൗഖ്യം കിട്ടുമെന്ന് അവർ വിശ്വസിച്ചിരുന്നു. അങ്ങനെ പത്രോസിൻ്റെ നേതൃത്വത്തിൽ ആദിമസഭയിൽ ശിഷ്യന്മാർ സുവിശേഷ പ്രഘോഷണം ശക്തിപ്പെടുത്തി. പത്രോസ് സമരിയായിൽ, പത്രോസ് തടവറയിൽ, പത്രോസ് വിജാതിയോട് സുവിശേഷം പ്രഘോഷിക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെ നമുക്ക് ഈ പാഠത്തിൽ കാണാനായിട്ട് സാധിക്കും. പത്രോസിനോടൊപ്പം സുവിശേഷ പ്രഘോഷണത്തിന് ആദിമസഭയിൽ നേതൃത്വം നൽകിയ മറ്റൊരു വ്യക്തിയാണ് വിശുദ്ധ പൗലോസ്. നമുക്കറിയാം, ക്രിസ്ത്യാനികളെ ഏറെ പീഡിപ്പിച്ചിരുന്ന, ക്രിസ്ത്യാനികൾക്കെതിരെ ശക്തമായി പ്രവർത്തിച്ചൊരു വ്യക്തിയായിരുന്നു സാവൂൾ. എന്നാൽ സാവൂളിന് യേശുവിൻ്റെ പ്രത്യേക ദർശനം ലഭിക്കുകയും സാവൂൾ മാനസാന്തരപ്പെടുകയും പൗലോസാകുകയും അങ്ങനെ പത്രോസിനെ പോലെ അപ്പസ്തോല ഗണത്തിൻ്റെ ഭാഗമായി തീർന്നുകൊണ്ട് നേതൃത്വ നിരയിലേക്ക് കടന്നു വരികയും ചെയ്ത് ആദിമസഭയിൽ ശക്തമായ സുവിശേഷ ശുശ്രൂഷ നടത്തിയ വ്യക്തിയായിരുന്നു വിശുദ്ധ പൗലോസ്. അപ്പോൾ വിശുദ്ധ പൗലോസിൻ്റെ മാനസാന്തരം അപ്പസ്തോല പ്രവർത്തനം 9:1-19 വാക്യങ്ങൾ നമ്മൾ കാണുന്നു. പൗലോസിൻ്റെ സുവിശേഷ പ്രഘോഷണങ്ങൾ, പത്രോസും പൗലോസും റോമായിലെത്തുന്ന സംഭവങ്ങൾ, പൗലോസ് റോമായിൽ വെച്ച് AD 67 റോമായിൽ വെച്ച് മരിക്കുന്ന സംഭവങ്ങൾ, അതുപോലെ തന്നെ സഭയിൽ പ്രതിസന്ധി ഉണ്ടായപ്പോൾ എങ്ങനെയാണ് പരിഹരിക്കേണ്ടത്, അപ്പസ്തോല സംഘം ഒന്നിച്ചുകൂടി അവർ കൂട്ടായ്മയിൽ ആലോചിച്ച് പ്രാർത്ഥിച്ച് തീരുമാനമെടുക്കുകയാണ്. പരിച്ഛേദനം വേണോ വേണ്ടയോ? യഹൂദരുടെ ആചാരങ്ങളെല്ലാം അതേപടി ക്രിസ്തീയ സമൂഹം സ്വീകരിക്കണമോ എന്നുള്ള ചിന്ത വന്നപ്പോൾ അധികാരം അപ്പസ്തോല സംഘത്തിനാണ് എന്ന് സുനോദോസ് വിളിച്ചുകൂട്ടി അവർ തീരുമാനമെടുക്കുകയാണ്. യേശു സ്വീകരിച്ച പരിച്ഛേദനം, അപ്പസ്തോലന്മാർ എല്ലാവരും സ്വീകരിച്ച പരിച്ഛേദനം, നിങ്ങളെല്ലാവരും തലമുറയായി പരിച്ഛേദനം സ്വീകരിക്കണമെന്ന് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന പരിച്ഛേദനം സുനോദോസ് കൂടി വേണ്ട എന്ന് തീരുമാനിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അധികാരം സഭയ്ക്കാണ്. ബൈബിളല്ല അതോറിറ്റി, പിന്നെയോ സഭയാണ് അതോറിറ്റി. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെപ്പോലും കാലാകാലങ്ങളിൽ വ്യാഖ്യാനിക്കാനും അതിന് കൃത്യമായ മറുപടി കൊടുക്കാനും അധികാരം സഭയ്ക്കാണ്. അതുകൊണ്ട് സഭയ്ക്കാണ് അതോറിറ്റി എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. എല്ലാ അധികാരവും ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരെ അധികാരപ്പെടുത്തുക. യേശുക്രിസ്തുവിൻ്റെ നിർദ്ദേശപ്രകാരം മറ്റ് ശിഷ്യന്മാരും വിവിധ സ്ഥലങ്ങളിലേക്ക് സുവിശേഷ പ്രഘോഷണത്തിനായിട്ട് പോയി. അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ ആദ്യ നൂറ്റാണ്ടുകളിൽ സഭ വളർന്നു വന്നു. അങ്ങനെ യേശുവിൻ്റെ ശരീരമായ സഭ ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ രൂപപ്പെട്ടു. പത്രോസ്ലീഹായുടെയും പൗലോസ്ലീഹായുടെയും നേതൃത്വത്തിൽ, അപ്പസ്തോല സംഘത്തിൻ്റെ നേതൃത്വത്തിൽ സഭ വിവിധ സ്ഥലങ്ങളിൽ തഴച്ച് വളർന്നു. മൂന്നാമത്തെ പാഠം സഭയുടെ ദൈവിക സ്വഭാവം. അപ്പോൾ ആദ്യത്തെ 2 പാഠങ്ങളിലൂടെ അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ അവതരിപ്പിച്ചിരിക്കുന്ന സഭയുടെ ചരിത്രം നാം കാണുകയായിരുന്നു. പെന്തിക്കോസ്തിക്ക് ശേഷം വിശുദ്ധ പത്രോസിൻ്റെയും പൗലോസിൻ്റെയും നേതൃത്വത്തിൽ സുവിശേഷ പ്രഘോഷണങ്ങൾ നടക്കുന്നതും സഭ രൂപപ്പെട്ടു വരുന്നതും ഒക്കെ നമ്മൾ കഴിഞ്ഞ 2 പാഠങ്ങളിലായിട്ട് കാണുകയുണ്ടായി. മൂന്നാമത്തെ പാഠം സഭയുടെ ദൈവിക സ്വഭാവം. വിളിച്ചു കൂട്ടപ്പെട്ട, മാമോദീസ സ്വീകരിച്ച് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് യേശുവിൽ വിശ്വസിക്കുന്ന ഈ വിളിച്ചു കൂട്ടപ്പെട്ടവരുടെ സമൂഹമായ എക്ലേസിയ സഭ, അതിൻ്റെ സ്വഭാവം എന്താണ്? അതിനെക്കുറിച്ചാണ് നമ്മൾ മൂന്നാമത്തെ ക്ലാസ്സിൽ പഠിക്കുക. ഈ ഓരോ വിഷയവും മണിക്കൂറുകൾ ക്ലാസ് എടുക്കേണ്ട വിഷയങ്ങളാണെങ്കിലും ഏറ്റവും ഹ്രസ്വമായിട്ട് അതിൻ്റെ അടിസ്ഥാന ചിന്തകൾ മാത്രമേ ഈ പാഠത്തിലൂടെ ഇപ്പം നമ്മൾ പങ്കുവയ്ക്കുന്നുള്ളൂ. ഇതിന് ശേഷം 12 പുസ്തകങ്ങളും പഠിപ്പിച്ചതിന് ശേഷം സഭാശാസ്ത്രം, എക്ലേസിയോളജി നമ്മൾ കൂടുതലായിട്ട് പഠിക്കും. അന്നേരം നമുക്ക് ഈ വിഷയങ്ങൾ കൂടുതലായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കാം. യേശു തൻ്റെ പരസ്യജീവിതത്തിൽ നിർവഹിച്ചിരുന്ന ശുശ്രൂഷകൾ, പ്രവാചക, പുരോഹിത, രാജകീയ ദൗത്യം, യേശുവിൻ്റെ
കുരിശുമരണത്തിന് ശേഷം, ഉത്ഥാനത്തിന് ശേഷം കർത്താവ് നിർവഹിക്കാൻ ആഗ്രഹിച്ചത് തൻ്റെ ശരീരമായ, തൻ്റെ തുടർച്ചയായ സഭയിലൂടെയാണ്. അപ്പോൾ യേശുവിൻ്റെ ശരീരമാണ് സഭ, യേശുവിൻ്റെ തുടർച്ചയാണ് സഭ. യേശുവിനെ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അപ്പോൾ ചരിത്രത്തിൽ മനുഷ്യനായി പാലസ്തീനയിൽ ശുശ്രൂഷ ചെയ്ത് കുരിശിൽ മരിച്ച് ഉത്ഥാനം ചെയ്ത് യേശു ഇന്ന് ജീവിക്കുന്നത് സഭയിലൂടെയാണ്. അപ്പോൾ യേശുവിൻ്റെ ശരീരമാണ് സഭ. അപ്പോൾ യേശുവിൻ്റെ കാണപ്പെടുന്ന ശരീരമാണ് സഭ. അപ്പോൾ യേശുവിൻ്റെ കാണപ്പെടുന്ന ശരീരമാണ് സഭയെങ്കിൽ യേശുവിന് രണ്ട് സ്വഭാവം ഉള്ളതുപോലെ സഭയ്ക്കും രണ്ട് സ്വഭാവമുണ്ട്. യേശുവിൻ്റെ രണ്ട് സ്വഭാവങ്ങൾ ഏതാ നമുക്കറിയാം, ദൈവ സ്വഭാവവും മനുഷ്യ സ്വഭാവവും. സഭയ്ക്കും ഈ രണ്ട് സ്വഭാവങ്ങളുണ്ട്. സഭയുടെ മനുഷ്യ സ്വഭാവം എന്താണെന്ന് ചോദിച്ചാൽ കാണപ്പെടുന്ന കാര്യങ്ങളൊക്കെയാണ് സഭയുടെ മനുഷ്യ സ്വഭാവം. യേശുവിനെയും നാം അങ്ങനെ മനസ്സിലാക്കുക. യേശുവിന് മനുഷ്യ സ്വഭാവം നാം കാണുന്നതാണ്. മനുഷ്യ നിലയിൽ നാം കാണുന്ന യേശുവിൻ എന്ന വ്യക്തിയാണ് എന്ന് പറഞ്ഞതുപോലെ സഭയ്ക്കും മനുഷ്യ സ്വഭാവമുണ്ട്. അപ്പോൾ വ്യക്തികൾ ഉൾക്കൊള്ളുന്ന സമൂഹം, അതിൻ്റെ അധികാരം, അതിലെ സംവിധാനങ്ങൾ, സ്ഥാപനങ്ങൾ, ഭരണക്രമം, അപ്പോൾ കാണപ്പെടുന്ന സഭയുടെ ചട്ടക്കൂട്, അതിനെയാണ് സഭയുടെ മനുഷ്യ സ്വഭാവം എന്ന് പറയുക. എന്നാൽ സഭയുടെ കാണപ്പെടുന്ന ഈ ചട്ടക്കൂടിനുള്ളിൽ കാണപ്പെടാത്ത യാഥാർത്ഥ്യമുണ്ട്. അത് യേശുവിൻ്റെ ദൈവ സ്വഭാവം, സഭയുടെയും ദൈവ സ്വഭാവം നമുക്കിവിടെ കാണാൻ സാധിക്കും. എന്താണ് സഭയുടെ ദൈവ സ്വഭാവം? സഭയുടെ ദൈവീയ ഘടകം ആന്തരികവും വിശുദ്ധവുമാണ്. അത് വിശുദ്ധീകരിക്കുന്ന മിശിഹായുടെ സജീവ സാന്നിധ്യമാണ്. അപ്പോൾ കാണപ്പെടുന്ന ഈ സ്ട്രക്ചറിനുള്ളിൽ കാണപ്പെടാത്ത മിശിഹായുടെ സജീവ സാന്നിധ്യമുണ്ട്. അപ്പോൾ സഭയ്ക്ക് കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ രണ്ട് സ്വഭാവമുണ്ട്. പുറമേ കാണുന്നത് കാണപ്പെടുന്ന ഈ സംവിധാനങ്ങളാണെങ്കിൽ കാണപ്പെടാത്ത അദൃശ്യമായ യേശു സാന്നിധ്യം ഈ സഭയ്ക്കുള്ളിലുണ്ട്. അപ്പോൾ യേശുവിന് ദൈവസ്വഭാവവും മനുഷ്യ സ്വഭാവവും ഉള്ളതുപോലെ സഭയ്ക്കും ദൈവസ്വഭാവവും മനുഷ്യ സ്വഭാവവും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സഭയുടെ മനുഷ്യ സ്വഭാവം ദൈവസ്വഭാവത്തിന് വിധേയമായിരിക്കണം. യേശുവിൻ്റെ മനുഷ്യത്വത്തിനുള്ളിലാണ് ദൈവസ്വഭാവം. യേശുവിൻ്റെ മനുഷ്യ സ്വഭാവം യേശുവിൻ്റെ ദൈവസ്വഭാവത്തിന് സദാ വിധേയമായിരുന്നു എന്നതുപോലെ തന്നെ സഭയുടെ മനുഷ്യ സ്വഭാവം ദൈവസ്വഭാവത്തിന് വിധേയമായിരിക്കണം. അദൃശ്യമായ ദൈവിക സാന്നിധ്യത്തിന് വിധേയമായിരിക്കണം സഭയുടെ കാണപ്പെടുന്ന മാനുഷിക സ്വഭാവം. സഭയെക്കുറിച്ച് പഠിക്കുമ്പോൾ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ് സഭയും ദൈവരാജ്യവും. യേശു തൻ്റെ പ്രഘോഷണം ആരംഭിക്കുമ്പോൾ കർത്താവ് ആദ്യം പറയുന്ന കാര്യം അതാണ്. മർക്കോസ് 1:15 സമയം സമാഗതമായി ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക. അപ്പോൾ സഭയും ദൈവരാജ്യവും തമ്മിൽ പരസ്പരം ബന്ധിതമാണ്, ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങൾ പോലെ. സത്യത്തിൽ എന്താണ് ദൈവരാജ്യം എന്ന് പറഞ്ഞതുകൊണ്ട് നാം മനസ്സിലാക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ നാം അതിനെക്കുറിച്ച് പഠിച്ചതാണ്. ഒരു വ്യക്തി മാനസാന്തരപ്പെട്ട് യേശുവിൽ വിശ്വസിച്ച് അവനെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച് മാമോദീസ സ്വീകരിച്ച് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിയുമ്പോൾ അവൻ സഭയുടെ അംഗമാകും. അപ്പോൾ തന്നെ അവൻ ദൈവരാജ്യത്തിൻ്റെ അംഗവുമാകും. അപ്പോൾ മാമോദീസായിലൂടെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നതിലൂടെ ഒരുവൻ സഭയുടെ അംഗമാവുകയും ദൈവരാജ്യത്തിൽ അംഗമാവുകയും ചെയ്യും. ഒരു വ്യക്തിയുടെ ഉള്ളിൽ യേശു വന്ന് വാസമുറപ്പിച്ച് അവൻ്റെ ഹൃദയത്തിലിരുന്ന് അവനെ ഭരിക്കുന്ന അവസ്ഥയാണ് ഒരു വ്യക്തിയിൽ ദൈവരാജ്യം സമാഗതമായി എന്ന് പറയുമ്പോൾ. യേശു ക്രിസ്തുവിനാൽ നയിക്കപ്പെടുന്ന, നിയന്ത്രിക്കപ്പെടുന്ന, ഗൈഡ് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥ. അപ്പോൾ ഒരു വ്യക്തിയുടെ ഉള്ളിൽ യേശു കടന്നു വന്ന് അവനെ ഭരിക്കുന്ന അവസ്ഥയാണ്. അങ്ങനെ മാമോദീസ സ്വീകരിച്ച് എല്ലാവരുടെ ഉള്ളിൽ യേശു കടന്നു വന്ന് യേശുവിൻ്റെ ഭരണം ഓരോ വ്യക്തികൾ നടക്കുമ്പോൾ ആ കൂട്ടായ്മയിൽ, ആ വിളിക്കപ്പെട്ട സമൂഹത്തിൽ യേശുവിൻ്റെ ഭരണമാണ് നടക്കുക. അതാണ് ദൈവരാജ്യത്തിൻ്റെ ഈ ലോകത്തിലെ പ്രതീകം. അത് മാമോദീസ സ്വീകരിക്കുന്നതിലൂടെ ഒരുവനിലേക്ക് ദൈവരാജ്യം കടന്നു വരും, അവൻ സഭയുടെ ഭാഗമാകും. അപ്പോൾ സഭയും ദൈവരാജ്യത്തെയും വേർതിരിച്ച് കാണാൻ നമുക്ക് സാധിക്കുകയില്ല. യേശു പ്രഘോഷിച്ച ദൈവരാജ്യത്തിൻ്റെ ഭൂമിയിലെ ആവിഷ്കാരമാണ് സഭ എന്ന് പറയുക. ഈ ദൈവരാജ്യത്തിൻ്റെ സന്ദേശം ലോകാവസാനം വരെ പ്രഘോഷിക്കാൻ സഭ കടപ്പെട്ടിരിക്കുന്നു. അതിന് സഭ എന്ന സംവിധാനം, സ്ട്രക്ചർ ആവശ്യമാണ്. ദൃശ്യസഭ,
ദൈവരാജ്യത്തിലേക്കുള്ള വഴിയും ദൈവരാജ്യത്തിൻ്റെ പ്രതീകവുമാണ്. ദൈവരാജ്യമാകുന്ന അനുഭവത്തിൻ്റെ പൂർണ്ണത വരാനിരിക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ സഭയിൽ നാം ആ ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും അതിൻ്റെ പൂർണ്ണത ഇനിയും വരാനിരിക്കുന്നേ ഉള്ളൂ എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രത്യേകമായിട്ട് പഠിച്ചു. കിങ്ഡം ഓഫ് ഗോഡ് ഈസ് ഓൾറെഡി ആൻഡ് നോട്ട് എറ്റ് എന്നുള്ള പദപ്രയോഗത്തിലൂടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുകയുണ്ടായി. മറ്റൊരു ചിന്ത, സഭ ഒരു രഹസ്യമാണ്. മനുഷ്യബുദ്ധിക്ക് അതീതമായ യാഥാർത്ഥ്യമാണ് സഭ എന്നത്. യേശുവിൻ്റെ അദൃശ്യമായ രക്ഷാകര സാന്നിധ്യം ഈ സഭയ്ക്കുള്ളിലുണ്ട്. അത് മനുഷ്യബുദ്ധിക്ക് അതീതമാണ്. അതുകൊണ്ട് സഭ ഒരു രഹസ്യമാണ് എന്ന് നാം മനസ്സിലാക്കുന്നു. ഗ്രീക്ക് ഭാഷയിൽ മിസ്റ്റേരിയോൺ എന്ന പദത്തിൽ നിന്നാണ് രഹസ്യം, മിസ്റ്ററി എന്ന ഇംഗ്ലീഷ് പദമുണ്ടായത്. സുറിയാനി ഭാഷയിൽ റോസോ എന്ന പദമാണ് ഇതിനായിട്ട് ഉപയോഗിക്കുക. വിശുദ്ധ സ്വഭാവത്തോടുകൂടി ഒന്നിനെയാണ് രഹസ്യമെന്ന് നമ്മൾ പൊതുവായിട്ട് പറയുക. മനുഷ്യബുദ്ധിക്ക് അതീതമായ ദൈവിക പദ്ധതിയെയാണ് രഹസ്യമെന്നതുകൊണ്ട് അർത്ഥമാക്കുക. വ്യക്തമായി പറഞ്ഞാൽ മിശിഹ തന്നെയാണ് ഈ രഹസ്യം. മിശിഹായുടെ രക്ഷാകര ദൗത്യം സഭയിലൂടെ തുടരുന്നതിനാൽ സഭയെയും രഹസ്യമെന്ന് മനസ്സിലാക്കുന്നു. സഭയെ അടിസ്ഥാന കൂദാശയായിട്ട് മനസ്സിലാക്കുകയാണ്. നമുക്കറിയാം, കൂദാശ എന്ന വാക്ക് കാദേശ് എന്ന സുറിയാനി വാക്കിൽ നിന്നാണ്. കൂദാശ വിശുദ്ധീകരിക്കുന്ന കർമ്മം, ദൃശ്യമായ അടയാളങ്ങളിലൂടെ അദൃശ്യമായ കുറവ് നമ്മളിലേക്ക് ഒഴുകി വരുന്ന കർമ്മങ്ങളാണ് കൂദാശകൾ. സഭയെ കൂദാശ എന്ന് പറയുമ്പോൾ സഭയ്ക്കുള്ളിൽ 7 കൂദാശകൾ നിർവഹിക്കുന്നു എന്നതിനേക്കാൾ ഉപരി സഭ തന്നെ കൂദാശയാണ്. പിതാവായ ദൈവത്തിൻ്റെ കൂദാശയാണ് പുത്രൻ എന്ന് പറയാറുണ്ട്. കാരണം പുത്രനിലൂടെയാണ് പിതാവിനെ നാം കാണുന്നതും അനുഭവിക്കുന്നതും. പിതാവിൻ്റെ കൂദാശയാണ് പുത്രൻ. പുത്രനിലൂടെ പിതാവിനെ കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്നതുകൊണ്ട് പിതാവിൻ്റെ കൂദാശയാണ് പുത്രൻ എന്ന് പറയാറുണ്ട്. പുത്രൻ്റെ കൂദാശയാണ് സഭ. യേശുവിൻ്റെ മരണോത്ഥാന ശേഷം യേശു സഭയിലൂടെ തുടരുന്നതിനാൽ സഭയിലൂടെയാണ് യേശുവിനെ നാം കാണുന്നതും അനുഭവിക്കുന്നതും. അതുകൊണ്ട് യേശുവിൻ്റെ കൂദാശയാണ് സഭ. സഭയിലൂടെ നാം യേശുവിനെ കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്നു. അപ്പോൾ സഭ കൂദാശയാണ്. സഭ കൂദാശയായതുകൊണ്ടാണ് സഭയിലൂടെ യേശുവിൻ്റെ അദൃശ്യമായ ഇടപെടലും കൃപകളും നാം സ്വീകരിക്കുന്നതിനാൽ സഭ തന്നെ കൂദാശയാണ്. സഭ കൂദാശയായതുകൊണ്ടാണ് സഭയ്ക്കുള്ളിൽ മറ്റു കൂദാശകൾ നിർവഹിക്കപ്പെടുക. യേശു അദൃശ്യനായ പിതാവിനെ ദൃശ്യമാക്കുന്ന കൂദാശയാണെന്ന് നാം മനസ്സിലാക്കി. അതുകൊണ്ട് യേശുവിൽ കൂദാശയുടെ മൗലിക സ്വഭാവം നാം കാണുന്നു. അതിനാൽ ഏറ്റവും വലിയ കൂദാശ യേശു മിശിഹ തന്നെയാണ്. പിതാവായ ദൈവത്തിൻ്റെ അടയാളവും പ്രതീകവും അവിടുന്ന് തന്നെയാണ്. യേശു പിതാവിൻ്റെ കൂദാശയായതുപോലെ സഭ യേശുവിൻ്റെയും കൂദാശയാണ്. സഭയിലൂടെ നാം യേശുവിനെ കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്നു. 4-ാമത്തെ പാഠം, സഭയുടെ പ്രതിരൂപങ്ങൾ. സഭയെ മനസ്സിലാക്കാൻ വേണ്ടി പല പ്രതീകങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പല പ്രതീകങ്ങളിലൂടെ സഭയുടെ ഈ രഹസ്യാത്മകതയെ നാം മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ഒന്നാമതായിട്ട് സഭയെ മനസ്സിലാക്കാൻ വേണ്ടി ആദിമസഭ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പ്രതീകമാണ് യേശുവിൻ്റെ ശരീരമാണ് സഭ. നാം അതിനെക്കുറിച്ച് പഠിക്കുകയുണ്ടായി. സഭ ക്രിസ്തുവിൻ്റെ തുടർച്ചയാണ്. അതുകൊണ്ട് പൗലോസ്ലീഹ പറയുകയാണ്, യേശുവിൻ്റെ ശരീരമാണ് സഭ. സഭ അവൻ്റെ ശരീരമാണ്. എല്ലാ വസ്തുക്കളിലും സകലവും പൂർത്തിയാക്കുന്ന അവൻ്റെ പൂർണ്ണതയുമാണ്. എഫേസോസ് 1:23. അവൻ സഭയാകുന്ന ശരീരത്തിൻ്റെ ശിരസ്സാണ്. കൊളോസോസ് 1:18. സാവൂൾ സഭയെ പീഡിപ്പിച്ചപ്പോൾ യേശു എന്താണ് സാവൂളിനോട് പറഞ്ഞത്? നീ പീഡിപ്പിക്കുന്ന നസ്രായനായ യേശുവാണ് ഞാൻ. പത്രോസ് ഒരിക്കലും യേശുവിനെ പീഡിപ്പിച്ചില്ല. അപ്പോൾ യേശുവിനെ പീഡിപ്പിച്ചു എന്ന് കർത്താവ് പറയുമ്പോൾ യേശുവിൻ്റെ സഭയെ പീഡിപ്പിച്ചപ്പോൾ യേശുവിനെ തന്നെയാണ് പീഡിപ്പിച്ചത്. യേശുവിൻ്റെ ശരീരമാണ് സഭയെന്ന് അത് സൂചിപ്പിക്കുകയാണ്. അപ്പം ഒന്നേ ഉള്ളൂ, അതിനാൽ പലരായിരിക്കുന്ന നാം ഒരു ശരീരമാണ്. ക്രിസ്തുവിൻ്റെ ശരീരമാണ് സഭ. ആ ശരീരത്തിൻ്റെ ശിരസ്സാണ് ക്രിസ്തു എന്ന് പറയുമ്പോൾ സഭയെയും ക്രിസ്തുവിനെയും നമുക്ക് വേർതിരിക്കാൻ സാധിക്കാത്ത വിധം അടിസ്ഥാനപരമായി അത് യോജിച്ചിരിക്കുന്നു. യേശുവിൻ്റെ മരണോത്ഥാന ശേഷം യേശു സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും സഭയിലൂടെയാണ്. യേശുവിൻ്റെ ആ ശരീരത്തിലെ അംഗങ്ങളാണ് സഭയിലെ ഓരോ അംഗങ്ങളും. അതുകൊണ്ട് ഓരോ അംഗങ്ങളും പരസ്പരം ബന്ധിതമായിരിക്കുന്നു. ശിരസ്സാകുന്ന യേശുവിൻ്റെ ശരീരത്തിലെ അവയവങ്ങളാണ് മാമോദീസ സ്വീകരിച്ച ഓരോ വ്യക്തിയും. അതുകൊണ്ട് ഒരുവൻ്റെ ദുഃഖം എല്ലാവരുടെയും ദുഃഖമാകും, ഒരുവൻ്റെ സന്തോഷം എല്ലാവരുടെയും സന്തോഷമാകും.
ശരീരം ഒന്നാണെങ്കിലും അതിൽ പല അവയവങ്ങളുണ്ട്. അവയവങ്ങൾ പലതെങ്കിലും അവയെല്ലാം ചേർന്ന് ഏക ശരീരമായിരിക്കുന്നു. അതുപോലെ തന്നെയാണ് ക്രിസ്തുവും. നമ്മളെല്ലാവരും ഒരേ ആത്മാവിൽ ഏക ശരീരമാകുവാൻ ജ്ഞാനസ്നാനമേറ്റു. 1 കൊറിന്തോസ് 12:13 വാക്യങ്ങൾ. ചുരുക്കത്തിൽ യേശുവും സഭയും സഭാംഗങ്ങൾ തമ്മിലും അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു പ്രതീകമാണ് സഭ എന്നത് യേശുവിൻ്റെ ശരീരമാണ് എന്നത്. രണ്ടാമതായിട്ട് സഭ ദേവാലയമാണ്. ദേവാലയത്തെ ദൈവഭവനം എന്ന് വിളിക്കുന്നു. യേശു പറഞ്ഞു, നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക, 3 ദിവസം കൊണ്ട് ഞാനത് പുനരുദ്ധരിക്കും. തൻ്റെ ശരീരമാകുന്ന ദേവാലയത്തെക്കുറിച്ചാണ് അവൻ പറഞ്ഞത്. യേശുവിൻ്റെ ശരീരമാണ് സഭ എന്ന് പറഞ്ഞ പോലെ ആ ശരീരം തന്നെയാണ് ദേവാലയവും എന്ന് കർത്താവ് പ്രത്യേകമായിട്ട് പഠിപ്പിക്കുകയാണ്. യോഹന്നാൻ 2:19 യേശുവാകുന്ന പുതിയ ദേവാലയത്തിൻ്റെ മൂലക്കല്ല് യേശു തന്നെയാണ്. യേശു മൂലക്കല്ലും അപ്പസ്തോലന്മാരാകുന്ന അടിത്തറമേൽ പണിയപ്പെട്ടവരാണ് നിങ്ങൾ. എഫേസോസ് 2:20-22, 1 പത്രോസ് 2:4-5 ഇവിടെയെല്ലാം നമുക്ക് സഭയും ദേവാലയങ്ങളുടെ ബന്ധത്തെ സൂചിപ്പിക്കുന്നതായിട്ട് കാണാം. മൂന്നാമതായിട്ട് സഭ ക്രിസ്തുവിൻ്റെ മണവാട്ടി. പഴയ നിയമത്തിൽ യഹോവ മണവാളിനും ഇസ്രായേൽ മണവാട്ടിയും, പുതിയ നിയമത്തിൽ യേശു മണവാളിനും സഭ മണവാട്ടിയും. യേശുവിന് സഭയോടുള്ള ബന്ധം മണവാളൻ മണവാട്ടി ബന്ധമാണ്, ഒരു ഭാര്യാഭർത്തൃ ബന്ധമാണ്. സഭ പറുദീസായാണ്. സഭയെ പറുദീസായുമായി ഉപമിച്ചിരിക്കുന്നു. സഭയെ അമ്മയായും സ്വർഗീയ ജെറുസലേമായും അവതരിപ്പിച്ചിരിക്കുന്നു. പഴയ നിയമത്തിലെ നിരവധി പ്രതീകങ്ങൾ, പുതിയ നിയമത്തിലെ നിരവധി പ്രതീകങ്ങളൊക്കെ ഈ പുസ്തകത്തിലുണ്ട്. ഇവയെല്ലാം നിങ്ങൾ വായിച്ച് കുട്ടികളെ പഠിപ്പിക്കുക. 5-ാമത്തെ പാഠം സഭയുടെ ലക്ഷണങ്ങൾ. സഭയുടെ ലക്ഷണങ്ങൾ പ്രത്യേകമായിട്ട് നമ്മൾ പഠിക്കുക നിഖ്യ വിശ്വാസ പ്രമാണത്തിലാണ്. അതിൻ്റെ 3-ാമത്തെ പാരഗ്രാഫിൽ നാം ഇപ്രകാരം ചൊല്ലുന്നുണ്ട്: സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിന് പുറപ്പെട്ട് പിതാവിനും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും ദിവ്യന്മാരും സ്ലീഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായി ജീവനും വിശുദ്ധിമുള്ള റൂഹായിലും കാതോലികവും ശ്ലൈഹികവും ഏകവും വിശുദ്ധവുമായ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ സഭയുടെ ലക്ഷണം എന്താണ് എന്ന് കൃത്യമായിട്ട് വിശ്വാസ പ്രമാണത്തിൽ പിതാക്കന്മാർ നിർവഹിച്ചിട്ടുണ്ട്. അത് കാതോലികമായിരിക്കണം, ശ്ലൈഹികമായിരിക്കണം, ഏകമായിരിക്കണം, വിശുദ്ധമായിരിക്കണം. കാതോലികവും ശ്ലൈഹികവും ഏകവും വിശുദ്ധവുമായ തിരുസഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സഭയുടെ 4 ലക്ഷണങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സഭ കാതോലികമാണ്. കാതോലികം എന്ന് പറയുമ്പോൾ സാർവത്രികമാണ്, എല്ലായിടത്തും ഉള്ളതാണ് എന്ന് പൊതുവായിട്ട് നമ്മൾ പറയുമെങ്കിലും ആ വാക്കിന് വളരെ അർത്ഥവ്യാപ്തിയുണ്ട്. കാതോലികത എന്ന വാക്കിൻ്റെ അർത്ഥം അത് പൂർണ്ണത, സമഗ്രത, എല്ലാ സംസ്കാരങ്ങളും ഉൾക്കൊള്ളാൻ കഴിയുന്നത്, സത്യവിശ്വാസം പഠിപ്പിക്കുന്നത് എന്നൊക്കെ അതിന് വ്യാപകമായ അർത്ഥമുണ്ട്. അപ്പോൾ സഭ കാതോലികമാണെന്ന് പറയുമ്പോൾ അത് സമഗ്രമാണ്, അത് പൂർണ്ണമാണ്, അതെല്ലാ സംസ്കാരങ്ങളിലേക്കും അതിന് കടന്നു ചെല്ലാൻ സാധിക്കും. ലോകം മുഴുവൻ കടന്നു ചെന്ന് എല്ലാവരെയും വിശുദ്ധീകരിക്കാൻ അതിന് കഴിവുണ്ട്. ഏതെങ്കിലും ഭാഷയിലോ ദേശത്തിലോ വ്യക്തികളിലോ സംസ്കാരത്തിലോ അതിന് ഒതുങ്ങി നിൽക്കാൻ സാധിക്കുകയില്ല. അത് സാർവത്രികമാണ്, അത് സത്യവിശ്വാസം പഠിപ്പിക്കുന്നതാണ്. കാതോലികതയുടെ അടിസ്ഥാനപരമായൊരർത്ഥമാണ് സത്യവിശ്വാസം പഠിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് ആദിമസഭയിൽ സത്യവിശ്വാസം പഠിപ്പിക്കുന്ന സഭയാണ് കാതോലിക സഭ. മെത്രാനോട് ചേർന്ന് നിൽക്കുന്ന സഭ അത് കാതോലിക സഭയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഇഗ്നാത്തിയോസ്, അന്ത്യോക്യയിലെ മെത്രാനായ 2-ാമത്തെ മെത്രാനായ വിശുദ്ധ ഇഗ്നാത്തിയോസ് പഠിപ്പിച്ചു, മെത്രാനിലോടത്ത് സഭയുണ്ടെന്നും മെത്രാൻ്റെ നേതൃത്വത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നിടത്ത് ഒരു പ്രാദേശിക സഭയുണ്ടെന്നും ആ സഭ കാതോലിക സഭയാകുന്നെന്നും ആദ്യമായിട്ട് പറഞ്ഞത് ഇഗ്നാത്തിയോസാണ്. അപ്പോൾ മെത്രാനോട് ചേർന്ന് നിൽക്കുന്ന സഭ അത് സത്യവിശ്വാസം പഠിപ്പിക്കുന്ന സഭയാണ്. ആ സഭ കാതോലിക സഭയാണ്. അത് സമഗ്രമാണ്, പൂർണ്ണമാണ്, എല്ലാ സംസ്കാരങ്ങളിലേക്കും കടന്നു ചെല്ലാൻ ശക്തിയുള്ളതാണ്, എല്ലാറ്റിനെയും അത് ഉൾക്കൊള്ളുന്നതാണ്. അപ്പോൾ ഈ അർത്ഥതലത്തിലാണ് കാതോലികത എന്ന പദം ഇഗ്നാത്തിയോസ് അവിടെ സൂചിപ്പിക്കുക. മെത്രാനോടൊന്നിച്ച് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നിടത്ത് സഭയുണ്ടെന്നും ആ സഭ കാതോലിക സഭയാണെന്നും എന്ന് പറയുമ്പോൾ ആ സഭ സമഗ്രമാണ്, പൂർണ്ണമാണ്, അത് ലോകം മുഴുവൻ ഉൾക്കൊള്ളാൻ അതിന് കഴിയും. ലോകത്തുള്ള എല്ലാ സഭയും അതിനോട് ചേർന്നിരിക്കുന്നു.
അതുപോലെ തന്നെ അത് സത്യവിശ്വാസം പഠിപ്പിക്കുന്നതാണ്. തെറ്റില്ലാത്ത യഥാർത്ഥ വിശ്വാസം പഠിപ്പിക്കുന്ന സഭയാണത്. മെത്രാനോട് ചേർന്ന് നിൽക്കാത്തവരൊക്കെ പാഷണ്ഡികളാണ്, സത്യവിശ്വാസത്തിന് പുറത്തു നിൽക്കുന്നവരാണ്. അത് മെത്രാനോട് ചേർന്ന് നിന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നിടത്ത് സഭയുണ്ടെന്നും ആ സഭ കാതോലികമാണെന്നും അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നാത്യോസ് പഠിപ്പിക്കുന്നുണ്ട്. ഒരു മെത്രാൻ്റെ അധീനതയിലുള്ള ഒരു പ്രാദേശിക സഭ അത് കാതോലികമാണ് എന്ന് പറയുമ്പോൾ അത് സമഗ്രമാണ്, പൂർണ്ണമാണ്, എല്ലാ സംസ്കാരങ്ങളിലേക്കും അതിന് കടന്നു ചെല്ലാൻ കഴിവുള്ളതാണ്, അത് സത്യവിശ്വാസം പഠിപ്പിക്കുന്നതുമാണ്. അപ്പോൾ ഒരു പ്രദേശത്തെ കാതോലിക സഭ മറ്റ് സ്ഥലങ്ങളിലെ കാതോലിക സഭകളുമായി സംസർഗത്തിലാകുമ്പോഴാണ് അതിൻ്റെ കാതോലികത കുറേ കൂടെ പൂർണ്ണമാകുന്നതും വ്യക്തമാകുന്നതും. കത്തോലിക്ക സഭയിൽ 24 റീത്തുകളുണ്ട്, 24 വ്യക്തിഗത സഭകളുണ്ട്. അപ്പോൾ 24 പ്രാദേശിക സഭകളുമായി സംസർഗത്തിലാകുന്നത് കൊണ്ടാണ് കത്തോലിക്ക സഭയുടെ കാതോലികത പൂർണ്ണമായിരിക്കുന്നതും സമഗ്രമായിരിക്കുന്നതും. എന്നാൽ മറ്റ് സഭകൾ നിഖ്യാവിശ്വാസ പ്രമാണം ചൊല്ലുമ്പോൾ കാതോലികമാണെന്ന് പറയുമെങ്കിലും അവരുടെ കാതോലികത പരിമിതമാണ്. കാരണം അവർക്ക് മറ്റ് സഭകളുമായി സംസർഗമില്ലാത്തതിനാൽ, ഒറ്റപ്പെട്ടിരിക്കുന്നതിനാൽ അവരുടെ കാതോലികത പരിമിതമാണ്, ലിമിറ്റഡാണ്. എന്നാൽ കത്തോലിക്ക സഭയുടെ കാതോലികത വളരെ വിശാലവും സമഗ്രവും പൂർണ്ണമാണ്. അതുകൊണ്ടാണ് കാതോലികതയുടെ പൂർണ്ണതയുള്ള സഭയാണ് കത്തോലിക്ക സഭ എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് സഭ ശ്ലൈഹികമാണ്. സ്ലീഹ എന്ന വാക്കിൽ നിന്നാണ് ശ്ലൈഹികം എന്ന പദം ഉണ്ടായത്. അപ്പസ്തോലോസ് എന്ന പദത്തിൽ നിന്നാണ് അപ്പസ്തോലന്മാർ എന്ന പദം. അപ്പോൾ സുറിയാനി സ്ലീഹ എന്നും ഗ്രീക്കിൽ അപ്പസ്തോലോസ് എന്ന പദത്തിൽ നിന്നുമാണ് അപ്പസ്തോലൻ എന്നും സുറിയാനിയിൽ സ്ലീഹ എന്ന പദത്തിൽ സ്ലീഹന്മാർ, ശ്ലൈഹികം എന്ന പദവും ഉണ്ടായത്. അപ്പോൾ ഒരു സഭയുടെ അടിസ്ഥാനം അപ്പസ്തോലൻ്റെ ക്രിസ്തു അനുഭവമാണ്. അതിനാൽ അപ്പസ്തോലനാൽ നയിക്കപ്പെടുന്ന, നിയന്ത്രിക്കപ്പെടുന്ന ഒരു സഭാസമൂഹം, അതിന് മാത്രമേ ആധികാരികതയുള്ളൂ. ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി, ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കാൻ അധികാരം കൊടുത്ത അപ്പസ്തോലന്മാർക്കാണ്. അപ്പോൾ അതോറിറ്റി അപ്പസ്തോലന്മാർക്കാണ് നൽകിയത്. അതിനാൽ അപ്പസ്തോലനാൽ നയിക്കപ്പെടുന്ന സഭ, അതിനാണ് അപ്പസ്തോലിക സഭ. ഒരാൾ കടയിൽ നിന്നൊരു വേദപുസ്തകം വാങ്ങിച്ച് സ്വന്തം ഇഷ്ടപ്രകാരം സഭ തുടങ്ങിയാൽ അത് അപ്പസ്തോലിക സഭയൊന്നും ആകത്തില്ല. യേശു ക്രിസ്തു മുതൽ 12 അപ്പസ്തോലന്മാരുടെ തുടർച്ചയായി കൈമാറ്റം ചെയ്യപ്പെട്ടു വരുന്ന ആ സഭയുടെ അധികാരം, അവിടെയാണ് അപ്പസ്തോലിക സഭ എന്ന് പറയുക. ആ അപ്പസ്തോലന്മാരുടെ പിൻഗാമികളാണ് മെത്രാന്മാർ. അതുകൊണ്ടാണ് സഭയ്ക്ക് അപ്പസ്തോലിക അടിസ്ഥാനം ഉണ്ടായിരിക്കണം, ശ്ലൈഹിക അടിസ്ഥാനം ഉണ്ടായിരിക്കണം എന്ന് പറയാൻ. ലക്ഷണങ്ങൾ മറ്റൊന്നാണ് സഭ ശ്ലൈഹികമായിരിക്കണം, അപ്പസ്തോല അടിസ്ഥാനത്തിന്മേൽ പണിയപ്പെട്ടതായിരിക്കണം. മൂന്നാം, സഭ ഏകമാകുന്നു. യേശു ഒരുവനാകയാൽ സഭയും ഒന്നാണ്. യേശുവിൻ്റെ ശരീരം ഒന്നാണ്, ആ ശരീരത്തിൻ്റെ തുടർച്ചയും ഒന്നായിരിക്കണം, അത് വിഭജിക്കപ്പെടാൻ പാടില്ല. എല്ലാവരും ക്രിസ്തുവിൽ ഒന്നാണെന്ന് വിശുദ്ധ പൗലോസ് പഠിപ്പിക്കുന്നുണ്ട്. യഹൂദനെന്നോ ഗ്രീക്കുകാരെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ല, നിങ്ങളെല്ലാവരും യേശു ക്രിസ്തുവിൽ ഒന്നാണ്. ഗലാത്യ 3:28. യോഹന്നാൻ 17:21 യേശു പ്രാർത്ഥിക്കുന്നുണ്ട്. അവരെല്ലാവരും ഒന്നായിരിക്കാൻ വേണ്ടി പിതാവേ, അങ്ങ് എന്നിലും ഞാൻ അങ്ങിലുമായിരിക്കുന്നുവല്ലോ, അവരും നമ്മിലായിരിക്കുന്നതിനും അങ്ങനെ അവിടുന്ന് തന്നെ അയച്ചെന്ന് ലോകം അറിയുന്നതിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ഐക്യമാണ് ക്രിസ്തു അനുയായികളുടെ മുഖമുദ്ര. അതുകൊണ്ട് യേശു ഏകനാകയാൽ സഭയും ഏകമാണ്, ഒന്നാണ്. ആ ആഗമന സഭയുടെ തലവനാണ് മാർപ്പാപ്പ. അപ്പസ്തോലിക സംഘത്തിൻ്റെ തലവൻ പത്രോസ് ആയിരിക്കുന്നത് പോലെ ആഗമന മെത്രാൻ സംഘത്തിൻ്റെ, അപ്പസ്തോല സംഘത്തിൻ്റെ തലവനാണ് പത്രോസിന് പിൻഗാമിയായ മാർപ്പാപ്പ. അപ്പോൾ മാർപ്പാപ്പായുടെ നേതൃത്വത്തിൽ ആഗമന മെത്രാൻ സംഘത്തിൽ സഭ ഒന്നായിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. സഭ ഒന്നാണെന്ന് പറയുമ്പോൾ സഭയ്ക്ക് പ്രാദേശിക ഘടകങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മറ്റൊന്നാണ്, സഭ വിശുദ്ധമാണ്. നമുക്കറിയാം, യേശു ദൈവമാകയാൽ യേശു വിശുദ്ധി തന്നെയാണ്. അതിൻ്റെ യേശുവിൻ്റെ ശരീരമായ സഭയും വിശുദ്ധമാണ്. സഭയെ നയിക്കുന്ന സഭയുടെ ആന്തരിക യാഥാർത്ഥ്യം അത് വിശുദ്ധമാണ്. പക്ഷേ സഭയുടെ ദൃശ്യമായ ഘടന മനുഷ്യരാൽ സംവിധാനം ചെയ്യപ്പെട്ടതാകയാൽ അവിടെ വിശുദ്ധിയുടെ കുറവുകൾ, പരിമിതികളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഭ നിരന്തരം വിശുദ്ധീകരിക്കപ്പെടേണ്ടവളാണ് എന്നുള്ള ബോധ്യവും സഭയ്ക്കുണ്ട്. ഒരു വശത്ത് സഭ വിശുദ്ധമാണെന്ന് പറയുമ്പോൾ യേശുവിൻ്റെ വിശുദ്ധിയാണ് അതിൻ്റെ അടിസ്ഥാനം. സഭ യേശുവിൻ്റെ തുടർച്ചയാകയാൽ, യേശുവിൻ്റെ ശരീരമാകയാൽ സഭ ആന്തരികമായി വിശുദ്ധമാണ്, കർത്താവിൻ്റെ സാന്നിധ്യം അവിടെ ഉള്ളതുകൊണ്ട്. എന്നാൽ സഭയുടെ ദൃശ്യഘടകം
മനുഷ്യരാൽ രൂപപ്പെട്ടതായതിനാൽ അവിടെ പരിമിതികളും കുറവുകളും ഉള്ളതിനാൽ സഭ നിരന്തരം വിശുദ്ധീകരിക്കപ്പെടേണ്ടതാണ് എന്ന് സഭ പഠിപ്പിക്കുന്നു. ആറാമത്തെ പാഠം, സഭ ദൈവജനം. സഭയെക്കുറിച്ച് വ്യക്തമായി പഠിപ്പിക്കാനായിട്ട് വത്തിക്കാൻ സൂനോദോസ് പ്രധാനമായി പറയുന്നൊരു ചിന്താധാരയാണ് സഭ ദൈവജനമാണ്, പീപ്പിൾ ഓഫ് ഗോഡ്. വത്തിക്കാൻ സൂനോദോസ് അല്ല അത് ആദ്യം പറയുക, ഇത് വിശുദ്ധലിഖിതത്തിൽ തന്നെ ഉള്ള യാഥാർത്ഥ്യമാണ്. പക്ഷേ വത്തിക്കാൻ സൂനോദോസ് അതിൻ്റെ പ്രാധാന്യത്തെ കൂടുതൽ എടുത്തു കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ. പഴയ നിയമത്തിൽ അബ്രഹാമിലൂടെ വിളിക്കപ്പെട്ട ദൈവജനം, ഇസ്രായേൽ ജനം, ആ ഇസ്രായേൽ ജനത്തെ ദൈവജനമായി കണ്ടിരുന്നു. നിങ്ങൾ എൻ്റെ ജനവും ഞാൻ നിങ്ങളുടെ ദൈവവുമായിരിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ ജനമാണ് ഇസ്രായേൽ എന്ന് ഇസ്രായേൽ ജനം കരുതിയിരുന്നു. പുതിയ നിയമത്തിൽ യേശുക്രിസ്തു വിളിച്ച് വേർതിരിച്ച സമൂഹമാണ് പുതിയ നിയമത്തിലെ ദൈവജനം. പുതിയ നിയമത്തിലെ ഇസ്രായേലാണ് പുതിയ നിയമത്തിലെ ദൈവജനം. പുതിയ നിയമത്തിലെ ഇസ്രായേലാണ് തിരുസഭ. അതുകൊണ്ട് പുതിയ നിയമത്തിലെ ദൈവജനത്തെയാണ് തിരുസഭ എന്ന് നമ്മൾ പറയുക. ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് തങ്ങളെന്നുള്ള ബോധ്യം ആദിമസഭയിലെ വിശ്വാസികൾക്കുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർ, വിളിച്ചുകൂട്ടപ്പെട്ട സമൂഹം എന്നൊക്കെ വിശുദ്ധ പൗലോസ് ആദിമസഭയെ വിളിക്കുന്നുണ്ട്. 1 പത്രോസ് 2:9-10 നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിതഗണവും വിശുദ്ധ ജനതയും ദൈവത്തിൻ്റെ സ്വന്തം ജനവുമാണ്. മുമ്പ് നിങ്ങൾ ഒരു ജനമല്ലായിരുന്നു, ഇപ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ ജനമായിരിക്കുന്നു. ദൈവജനം ഒരു തീർത്ഥാടക സമൂഹം, നിത്യതയെ ലക്ഷ്യം വെച്ച്, സ്വർഗീയ ജെറുസലേമിനെ ലക്ഷ്യം വെച്ച് ഈ ദൈവജനം ഒരു തീർത്ഥാടന യാത്രയിലാണെന്ന് സഭ പഠിപ്പിക്കുന്നു. ഈ ദൈവജനം അപ്പസ്തോലിക അധികാരമുള്ള ഒരു സംവിധാനമാണ്. ഒറ്റപ്പെട്ട കുറേ ആളുകളല്ല, പിന്നെയോ അതിനൊരു അപ്പസ്തോലിക അധികാര സംവിധാനമുണ്ട്. പത്രോസ് നേതൃത്വം കൊടുക്കുന്ന അപ്പസ്തോലിക സംഘത്താൽ നയിക്കപ്പെടുന്ന ഒരു സംവിധാനം, അപ്പസ്തോലിക നേതൃത്വമുള്ള ദൈവജനം. ഈ ദൈവജനം ആരാധനാ സമൂഹമാണ്, അത് നമ്മൾ കാണുകയുണ്ടായി. ഈ ദൈവജനം ഒന്നുചേർന്ന ആരാധനയിൽ ഒരു സമൂഹമായി തീരുന്നു, ഒരു ശരീരമായി തീരുന്നു. ഈ ദൈവജനത്തിന് 3 ദൗത്യങ്ങളുള്ളതായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. പുരോഹിത, പ്രവാചക, രാജകീയ ദൗത്യം. മാമോദീസായിലൂടെ പ്രവാചക, പുരോഹിത, രാജകീയ ദൗത്യത്തിലേക്ക് ക്ഷണിക്കപ്പെടുകയാണ് ഓരോ വിശ്വാസിയും. അതുകൊണ്ട് ദൈവജനത്തിന് പുരോഹിത, പ്രവാചക, രാജകീയ ദൗത്യമുണ്ട്. എന്നാൽ അതേസമയം തന്നെ മാമോദീസ സ്വീകരിച്ച് പ്രവാചക, പുരോഹിത, രാജകീയ ദൗത്യം സ്വീകരിച്ച ഈ ദൈവജനത്തിൽ നിന്നും ശുശ്രൂഷ പൗരോഹിതത്തിനായിട്ട് വേർതിരിക്കപ്പെട്ട്, പ്രത്യേകം വിളിച്ച് വേർതിരിക്കപ്പെട്ട ശുശ്രൂഷ പൗരോഹിത്യവും ഉണ്ടെന്ന് നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പഠിച്ചതാണ്. അതുകൊണ്ടാണ് ദൈവജനത്തിന് പൊതു പൗരോഹിത്യവും ശുശ്രൂഷ പൗരോഹിത്യത്തിനായി പ്രത്യേകം വിളിക്കപ്പെട്ട പൗരോഹിത്യവും ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചത്. 7ാമത്തെ പാഠം, സഭയിൽ പത്രോസിൻ്റെ പ്രഥമ സ്ഥാനം. നമുക്കറിയാം, നമ്മൾ ആദ്യ ക്ലാസ്സിൽ ആദ്യ ഭാഗത്ത് നമ്മൾ കാണുകയുണ്ടായി. 12 അപ്പസ്തോലന്മാരിൽ പത്രോസിനൊരു പ്രാമുഖ്യമുണ്ടായിരുന്നു. അപ്പസ്തോലന്മാരുടെ പേര് പറയുമ്പോൾ എപ്പോഴും പത്രോസിൻ്റെ പേരാണ് ഒന്നാമൻ പത്രോസ്. പുതിയ നിയമത്തിലുടനീളം കർത്താവിനോട് കൂടുതൽ സംവദിക്കുന്നതും ഇടപെടുന്നതും നിറഞ്ഞു നിൽക്കുന്നതുമായ വ്യക്തിത്വം വിശുദ്ധ പത്രോസാണ്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 18-ാം വാക്യത്തിൽ പത്രോസിന് പ്രത്യേക അധികാരം യേശു നൽകുന്നുണ്ട്. നീ പത്രോസാകുന്നു, ഈ പാറമേൽ എൻ്റെ സഭയെ ഞാൻ പണിയും, സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പത്രോസിന് പ്രഥമ സ്ഥാനത്തിൻ്റെ അധികാരത്തിൻ്റെ താക്കോൽ കൊടുക്കുന്നു. ലൂക്ക 22:30-32 യേശു ശിമോനെ ബലപ്പെടുത്തുന്നുണ്ട്. ശിമോൻ, ഇതാ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു, എന്നാൽ നിൻ്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നീ തിരിച്ചു വന്ന് നിൻ്റെ സഹോദരങ്ങളെ ശക്തിപ്പെടുത്തണം. മറ്റ് അപ്പസ്തോലന്മാരെ ബലപ്പെടുത്താൻ പത്രോസിനെ കർത്താവ് നിയോഗിക്കുകയാണ്. യോഹന്നാൻ 21:15-19 ഉദ്ധാനം ചെയ്ത കർത്താവ് പത്രോസിന് പ്രത്യേക അധികാരം നൽകുകയാണ്. എൻ്റെ ആടുകളെ മേയിക്കുക, എൻ്റെ കുഞ്ഞാടുകളെ മേയിക്കുക, നയിക്കാനുള്ള പ്രത്യേക അധികാരം പത്രോസിന് മാത്രമായിട്ട് നൽകുന്നുണ്ട്. അപ്പോൾ മറ്റ് അപ്പസ്തോലന്മാർക്ക് അപ്പസ്തോലിക അധികാരം നൽകുമ്പോൾ തന്നെ അപ്പസ്തോലിക സംഘത്തിൻ്റെ തലവനായി പത്രോസിന് പ്രത്യേക അധികാരം പത്രോസിന് മാത്രമായിട്ട് നൽകുന്ന വേദഭാഗമാണ് നമ്മളിവിടെ കണ്ടത്. അപ്പോൾ മറ്റ് അപ്പസ്തോലന്മാരിൽ വ്യത്യസ്തമായിട്ട് പത്രോസിന് മാത്രമായ ചില അധികാരങ്ങൾ യേശു നൽകുന്നതായിട്ട് സുവിശേഷം നാം കാണുന്നുണ്ട്. ആദിമസഭയിൽ പത്രോസാണ് സുവിശേഷ പ്രഘോഷണത്തിന് നേതൃത്വം കൊടുക്കുന്നത്. പെന്തിക്കോസ്തി കഴിഞ്ഞ ഉടനെ പത്രോസാണ്
സുവിശേഷ പ്രഘോഷണത്തിന് നേതൃത്വം നൽകുക. ജെറുസലേം സുനോദോസിൽ പത്രോസാണ് ഒന്നാം ജെറുസലേം സുനോദോസിന് നേതൃത്വം നൽകുന്നത്. സഭാ പാരമ്പര്യത്തിൽ പത്രോസിന് ധാരാളം സ്ഥാനമുള്ളതായി സഭാ പാരമ്പര്യത്തിൽ കാണുന്നുണ്ട്. ആദിമസഭയിൽ സഭാപിതാക്കന്മാരുടെയൊക്കെ പഠിപ്പിക്കലുകളിൽ പത്രോസിൻ്റെ പ്രഥമ സ്ഥാനം എല്ലാവരും ഊന്നിപ്പറയുന്നുണ്ട്. ആരാധനക്രമത്തിൽ, പ്രാർത്ഥനകളിൽ, ഗാനങ്ങളിലെല്ലാം തന്നെ പത്രോസിൻ്റെ പ്രഥമ സ്ഥാനം പ്രത്യേകം പ്രതിപാദിക്കുന്നുണ്ട്. സ്ലീഹന്മാർ ശിരസാം ശിമോനോടായി നാഥൻ നാം ആരാധനയിൽ പാടുന്ന ഗാനമാണ്. അടിസ്ഥാന ശിലയാം ശിമോൻ കയ്യിൽ നിജതാക്കോൽ. ശിമോനെ അടിസ്ഥാന ശിലയായിട്ടും അതുപോലെ തന്നെ ഭവനത്തിൻ്റെ താക്കോൽ ശിമോനെ ഏൽപ്പിക്കുന്നതായിട്ടുമൊക്കെ ആരാധനക്രമത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സ്ലീഹന്മാരുടെ ശിരസാണ് ശിമോൻ എന്ന ആരാധനക്രമത്തിൽ പ്രത്യേകമായിട്ട് നാം ചൊല്ലുന്നുണ്ട്. ഉയരാഴങ്ങളുടെ താക്കോലുകൾ നിനക്ക് തന്നിരിക്കുന്നു, നീ ബന്ധിച്ചാൽ ബന്ധിക്കപ്പെടും, നീ മോചിച്ചാൽ മോചിക്കപ്പെടും എന്ന് നമ്മൾ ഗാനത്തിൽ ചൊല്ലുന്നുണ്ട്. അപ്പസ്തോല സംഘത്തിൻ്റെ തലവൻ പത്രോസായിരുന്നെങ്കിൽ ആ പത്രോസിൻ്റെ പിൻഗാമിയാണ് റോമിലെ മാർപ്പാപ്പ. പത്രോസും പൗലോസും റോമിൽ സഭ സ്ഥാപിച്ച് രക്തസാക്ഷിത്വം വഹിച്ച റോമാസഭയുടെ മെത്രാനെയാണ് പത്രോസിന് പിൻഗാമിയായി സഭ കരുതുക. പത്രോസ് റോമിലെ ഒന്നാമത്തെ മെത്രാനാണ്. റോമൻ സഭയുടെ ആദ്യ മെത്രാനാണ് പത്രോസ്. ആ പത്രോസിൻ്റെ പിൻഗാമിയാണ് മാർപ്പാപ്പമാർ. അതുകൊണ്ട് അപ്പസ്തോല സംഘത്തിൻ്റെ തലവൻ പത്രോസായിരുന്ന പോലെ ആഗോള മെത്രാൻ സംഘത്തിൻ്റെ, അപ്പസ്തോല സംഘത്തിൻ്റെ തലവനാണ് റോമിലെ മാർപ്പാപ്പ. പാഠം 8 കത്തോലിക്ക സഭകളുടെ കൂട്ടായ്മ. നമ്മൾ ഈ പാഠം വളരെ വ്യക്തമായിട്ട് ആദ്യ എപ്പിസോഡുകളിൽ പഠിച്ചതാണ്. കത്തോലിക്ക സഭ എന്ന് പറയുക 24 വ്യക്തിഗത സഭകളുടെ കൂട്ടായ്മയാണെന്നും 6 ആരാധനാക്രമത്തിൽ നിന്നുമാണ് 24 വ്യക്തിഗത ആരാധനാക്രമങ്ങളും വ്യക്തിഗത സഭകളും ഉണ്ടായി നമ്മൾ പഠിക്കുകയുണ്ടായി. അപ്പോൾ 6 ആരാധനാക്രമങ്ങൾ അന്ത്യോക്യൻ, അലക്സാണ്ട്രിയൻ, അർമേനിയൻ, ബൈസൻ്റൈൻ, കാൽഡിയൻ എന്നീ 5 പൗരസ്ത്യ സഭകളും റോമൻ സഭ എന്ന 6ാമത്തെ പാശ്ചാത്യ സഭയും, അങ്ങനെ 6 ആരാധന കുടുംബങ്ങളാണ് സഭയിലുള്ളത്. ഈ 6 ആരാധന കുടുംബങ്ങളുടെ പുത്രി സഭകളാണ് 24 വ്യക്തിഗത സഭകൾ. 24 വ്യക്തിഗത സഭകൾക്കും 3 കാര്യത്തിൽ ഐക്യമുണ്ട് എന്ന് നമ്മൾ പഠിക്കുകയുണ്ടായി. 24 വ്യക്തിഗത സഭകളുടെയും വിശ്വാസം ഒന്നാണ്. കൂദാശകളും അവരുടെ വ്യാഖ്യാനം, അടിസ്ഥാന വ്യാഖ്യാനങ്ങളും ഒന്നാണ്. ഈ 24 വ്യക്തിഗത സഭകളുടെയും തലവൻ, ഹൈരാർക്കി, അത് മാർപ്പാപ്പ ആണ്. അങ്ങനെ വിശ്വാസം, കൂദാശ, ഹൈരാർക്കി, ഈ 3 കാര്യങ്ങളിൽ അടിസ്ഥാനപരമായ യോജിപ്പാണുള്ളത്. എന്നാൽ 4 കാര്യങ്ങളിൽ ഈ 24 വ്യക്തിഗത സഭകളും തമ്മിൽ വ്യത്യാസമുണ്ട്. ആരാധനാക്രമത്തിൽ വ്യത്യാസമുണ്ട്, ദൈവശാസ്ത്രത്തിൽ വ്യത്യാസമുണ്ട്, ആധ്യാത്മികതയിൽ വ്യത്യാസമുണ്ട്, ശിക്ഷണക്രമത്തിൽ വ്യത്യാസമുണ്ട്. വൈവിധ്യങ്ങളിൽ കൂട്ടായ്മ പുലർത്തുന്നു എന്നുള്ളതാണ് കത്തോലിക്ക സഭയുടെ പ്രത്യേകത. കത്തോലിക്ക സഭകളുടെ കൂട്ടായ്മയാണ്. 24 വ്യക്തിഗത സഭകളുടെ കൂട്ടായ്മയാണ് കത്തോലിക്ക സഭ. സഭയിലെ ഐക്യവും വൈവിധ്യവും ഇത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഈ പാഠത്തിൽ 24 വ്യക്തിഗത സഭകളുടെയും പേരും 6 ആരാധന കുടുംബങ്ങളുമൊക്കെ വ്യക്തമായിട്ട് ഇതിനകത്ത് സൂചിപ്പിച്ചിട്ടുണ്ട്. ആദ്യത്തെ 8 പാഠങ്ങൾ ബൈബിളുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് അപ്പസ്തോല പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മാറ്റിവെച്ചിരിക്കുന്നു. അപ്പസ്തോല പ്രവർത്തനങ്ങൾ ആരംഭിച്ച സഭ അതിൻ്റെ വളർച്ചയിൽ അത് സ്വീകരിച്ച ദൈവശാസ്ത്ര ചിന്താധാരയും 8 പാഠങ്ങളിലൂടെ നാം മനസ്സിലാക്കി. 2ാം ഭാഗം ആരാധനക്രമം. നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി, സഭയും ആരാധനയും വേർതിരിക്കാനാവില്ല. ആരാധനയില്ലെങ്കിൽ സഭയില്ല. ആരാധന സഭയെ സൃഷ്ടിക്കുന്നു, ആരാധന സഭയെ വെളിപ്പെടുത്തുന്നു. സഭയുടെ ജീവശ്വാസമാണ് ആരാധന. ആരാധനയില്ലെങ്കിൽ സഭയ്ക്ക് ജീവനില്ല. അതുകൊണ്ട് സഭയെ സഭയാക്കുന്ന സഭയുടെ ആരാധനയാണ്. അപ്പോൾ സഭയുടെ ആരാധനയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സഭയിലെ കൂദാശകൾ. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് വിശുദ്ധ കുർബാന. അപ്പോൾ സഭയിലെ 7 കൂദാശകളെ കൃത്യമായിട്ട് ഓരോ പാഠത്തിലായിട്ട് അവതരിപ്പിച്ചിരിക്കുകയാണ്. സമയം കുറവുള്ളതുകൊണ്ട് ഞാൻ ഈ കൂദാശകളെക്കുറിച്ച് പൊതുവായിട്ട് മാത്രം പറഞ്ഞു പോവുകയാണ്. പാഠം 9 മാമോദീസ നാം പഠിക്കുകയുണ്ടായി. യേശു തൻ്റെ പരിശീലിത കാലത്ത് താൻ ചെയ്ത പ്രവാചക പുരോഹിത രാജകീയ ദൗത്യം സഭയിലൂടെ തുടരുകയാണ്. തൻ്റെ
ശുശ്രൂഷകളെല്ലാം തന്നെ സഭയിൽ ഇന്നും തുടരുന്നു. അപ്പോൾ വിശുദ്ധ ലിഖിതത്തിലൂടെ യേശു സഭയെ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ കൂദാശകളിലൂടെ യേശു തൻ്റെ സ്നേഹത്തിൻ്റെ സ്പർശനം നൽകുകയാണ്. അപ്പോൾ കൂദാശകളെന്ന് പറയുക യേശുവിൻ്റെ സ്നേഹസ്പർശനമാണ്. ഓരോ കൂദാശയിലൂടെയും യേശു എൻ്റെ ഉള്ളിൽ കടന്നു വന്ന് എന്നെ സ്പർശിച്ച് എനിക്ക് കൃപ തരുന്ന നിമിഷങ്ങളാണ്. ഒന്നാമത്തെ കൂദാശയാണ് മാമോദീസ. യേശു പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും എല്ലാവരോടും സുവിശേഷം പ്രഘോഷിക്കണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നിങ്ങളവരെ സ്നാനപ്പെടുത്തുവീൻ. ഞാൻ കൽപ്പിച്ചിട്ടുള്ളതെല്ലാം അവരെ പഠിപ്പിക്കുവീൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവീൻ. അപ്പോൾ യേശുവുമായി ഒരു വ്യക്തിബന്ധം സ്ഥാപിക്കുന്നതിന് ഒരു വ്യക്തി ചെയ്യേണ്ട ആദ്യത്തെ കാര്യം ഇതാണ്. യേശുവിനെ അറിഞ്ഞ് വിശ്വസിച്ച് യേശുവുമായി ആഴപ്പെട്ട വ്യക്തിബന്ധം സ്ഥാപിക്കുക. കുഞ്ഞു പ്രായത്തിലാണ് മാമോദീസ സ്വീകരിക്കുന്നതെങ്കിൽ പ്രായമനുസരിച്ച് വളരുന്നതനുസരിച്ച് യേശുവിനെ കൂടുതൽ അറിയുകയും അനുഭവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക. അതിനുള്ള അടിസ്ഥാന കൂദാശയാണ്, അടിസ്ഥാന കൃപ നമ്മളിലേക്ക് ഒഴുകുന്ന കർമ്മമാണ് മാമോദീസ. മാമോദീസ മലങ്കര ക്രമത്തിൽ എങ്ങനെയാണ് എന്ന് ഇവിടെ കൃത്യമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. മാമോദീസയിലൂടെ നമ്മെ ശുദ്ധീകരിക്കുകയും പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നുകൊണ്ട് നമ്മളെ പുതിയ സൃഷ്ടിയാക്കി രൂപാന്തരപ്പെടുത്തുകയും അങ്ങനെ യേശുവും നാവുമായി ആഴപ്പെട്ടൊരു വ്യക്തിബന്ധത്തിലേക്ക് നമ്മളെ നയിക്കുകയുമാണ് മാമോദീസയിലൂടെ. രണ്ടാമത്തേതാണ് മൂറോനഭിഷേകം. പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക സാന്നിധ്യം നമ്മളിലേക്ക് ചൊരിയുകയാണ്. അപ്പസ്തോല പ്രവർത്തനത്തിൽ മാമോദീസ സ്വീകരിച്ചവർ പരിശുദ്ധാത്മാവിനെ ഇതുവരെയും സ്വീകരിച്ചിട്ടില്ലായിരുന്നു. പത്രോസ് എന്നവർക്ക് പരിശുദ്ധാത്മാവിനെ പ്രത്യേകം നൽകി. അപ്പസ്തോല പ്രവർത്തനം നമ്മൾ കാണുന്നതാണ്. മാമോദീസ സ്വീകരിച്ചവരോട് പത്രോസ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു? അവർ പറയുന്നുണ്ട്, ഞങ്ങൾ പരിശുദ്ധാത്മാവെന്നൊന്നും കേട്ടിട്ടേയില്ല. അപ്പോൾ മാമോദീസ സ്വീകരിച്ചവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക സാന്നിധ്യം നൽകുന്ന കൂദാശയാണ് മൂറോനഭിഷേകം. അത് ദൈവത്തിനു വേണ്ടി അവരെ മുദ്ര കുത്തി വേർതിരിക്കുകയാണ്. മൂറോനഭിഷേകത്തിലൂടെ പരിശുദ്ധാത്മ സാന്നിധ്യം കൊണ്ട് മുദ്ര കുത്തി ഇവൾ ഇന്നു മുതൽ ദൈവത്തിൻ്റേതാണ് എന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവിനാൽ മുദ്ര കുത്തി വേർതിരിക്കുന്ന കൂദാശയാണ് മൂറോനഭിഷേകം. പഴയ നിയമത്തിൽ പുരോഹിതന്മാരെയും പ്രവാചകന്മാരെയും രാജാക്കന്മാരെയും അഭിഷേകം ചെയ്യുമ്പോൾ തൈലം ഉപയോഗിച്ചാണ് അവർ അഭിഷേകം ചെയ്തിരുന്നത്. മൂറോനഭിഷേകത്തിലൂടെ പ്രവാചക, പുരോഹിത, രാജകീയ ദൗത്യം നിർവഹിക്കാനുള്ള പരിശുദ്ധാത്മ അഭിഷേകം ഒരു വ്യക്തിക്ക് നൽകുകയാണ്. പരിശുദ്ധാത്മാവിനെ പ്രത്യേകം നൽകി ഒരു വ്യക്തിയെ പ്രവാചക, പുരോഹിത, രാജകീയ ദൗത്യത്തിന് ഒരുക്കുകയാണ്. മലങ്കര സഭയിലെ മൂറോനഭിഷേകത്തെക്കുറിച്ചുള്ള കൃത്യമായ പ്രാർത്ഥനയെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. മൂന്നാമത്തേത് വിശുദ്ധ കുർബാന. നമ്മൾ വിശുദ്ധ കുർബാനയെക്കുറിച്ച് പല പാഠങ്ങളിലും നമ്മൾ പഠിക്കുകയുണ്ടായി. ആദ്യ എപ്പിസോഡുകളിൽ കുർബാനയെക്കുറിച്ച് ദീർഘമായ ഒരു പഠനം 7ാമത്തെ എപ്പിസോഡിൽ വ്യക്തമായിട്ട് നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് കുർബാനയെക്കുറിച്ച് ഈ പാഠത്തിൽ കൃത്യമായിട്ട് ഞാൻ ഒന്നും തന്നെ ഇപ്പോൾ പറയുന്നില്ല. ഇവിടെ ടൈറ്റിൽസ് മാത്രം ഞാൻ വായിക്കാം. യേശുവിൻ്റെ പെസഹാചരണം, ബലിയർപ്പണം പഴയ നിയമത്തിൽ, വിശുദ്ധ കുർബാന ആദിമസഭയിൽ, വിശുദ്ധ കുർബാന മലങ്കര സഭയിൽ, വിശുദ്ധ കുർബാന രക്ഷാകര ചരിത്രത്തിന് അനുസ്മരണം, വിശുദ്ധ കുർബാനയിലെ ദൈവത്തിൻ്റെ സാന്നിധ്യം, വിശുദ്ധ കുർബാനയിലെ പഴയ നിയമ പ്രതീകങ്ങൾ, വിശുദ്ധ കുർബാന ബലിയും വിരുന്നും. കുർബാനയെക്കുറിച്ചുള്ള പൊതുവായിട്ടുള്ള ദൈവശാസ്ത്ര ചിന്തകളാണ് ഈ പാഠത്തിൽ കൊടുത്തിരിക്കുക. ആദ്യത്തെ 3 കൂദാശകളെ പ്രവേശക കൂദാശകളെന്ന് നാം മനസ്സിലാക്കി. 4ാം ക്ലാസ്സിൽ അത് പഠിച്ചതാണ്. മാമോദീസ, മൂറോൻ, വിശുദ്ധ കുർബാന, ഇത് 3 ഒന്നിച്ചാണ് ഒരു വ്യക്തിക്ക് കൊടുക്കുക. അത് പ്രായമായ വ്യക്തിക്കാണെങ്കിലും പ്രായപൂർത്തിയാകാത്ത ശിശുവിനാണെങ്കിലും യേശുവിനെ ഒരു വ്യക്തിയുമായി പൂർണ്ണമായി ബന്ധിപ്പിക്കുന്നത് ഈ 3 കൂദാശകളിലൂടെയാണ്. മാമോദീസായിൽ പരിശുദ്ധാത്മാവിനെ നൽകി ശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാവാകുന്ന സാന്നിധ്യം പ്രത്യേകമായൊരു വ്യക്തിക്ക് നൽകി മുദ്ര ചെയ്ത് യേശുവിന് തിരുശരക്തങ്ങളാൽ ഒരു വ്യക്തിയെ പൂർണ്ണമായി ബന്ധിപ്പിക്കുകയാണ്. യേശുവുമായി അഭേദ്യമായൊരു ബന്ധത്തിലേക്ക് കടന്നു വരികയാണ്, ഒരു ഫിസിക്കൽ കോണ്ടാക്റ്റിലേക്ക് വരികയാണ്. അങ്ങനെ യേശുവുമായി പൂർണ്ണ സംസർഗത്തിലാകുന്ന നിമിഷമാണ് വിശുദ്ധ കുർബാനയുടെ നിമിഷം. അതുകൊണ്ട് മാമോദീസായും മൂറോനും വിശുദ്ധ കുർബാനയും ഇവ 3ഉം ഒന്നു ചേരുമ്പോഴാണ് ആ കൂദാശയുടെ പൂർണ്ണത ലഭിക്കുക. അതുകൊണ്ടാണ് പ്രവേശ കൂദാശകൾ എന്ന പേരിൽ ഇവ 3ഉം മലങ്കര സഭയിലെ പൗരസഭയിൽ ഒന്നിച്ച് കൊടുക്കുന്നത്. 4ാമത്തേതാണ് കുമ്പസാരം. നാം അതിനെക്കുറിച്ച് 4ാം ക്ലാസ്സിൽ വ്യക്തമായിട്ട് പഠിച്ചതാണ്. മനുഷ്യനെല്ലാവരും പാപികളാണ്. അതുകൊണ്ട് നാം ദൈവസന്നിധിയിൽ പശ്ചാത്തപിച്ച് പാപമോചനത്തിനായിട്ട് അപേക്ഷിക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ കാരുണ്യം നമ്മുടെ മേൽ ഒഴുകും. നാം പാപിയാണ്, തെറ്റുകാരാണെന്നുള്ള ബോധ്യത്തിൽ പശ്ചാത്തപിച്ച് ദൈവസന്നിധിയിൽ പാപമോചനത്തിനായിട്ട് നാം കേണപേക്ഷിക്കുമ്പോൾ ദൈവം നമ്മുടെ പാപം മോചിക്കും. ആ പാപമോചന അധികാരം
യേശു അപ്പോസ്തലന്മാർക്ക് നൽകി. നിങ്ങൾ ആരുടെ പാപം മോചിക്കുന്നുവോ അവ മോചിക്കും, നിങ്ങൾ ആരുടെ പാപം ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. ഉത്ഥാനം ചെയ്ത കർത്താവ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് അവരുടെ ശിരസ്സിൽ ഊതി അവർക്ക് അധികാരം നൽകുകയാണ്, അവർക്ക് പൗരോഹിത്യം നൽകുകയാണ്. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ ആരുടെ പാപം മോചിക്കുന്നുവോ അവ മോചിക്കപ്പെടും, ആരുടെ പാപം ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. അപ്പോൾ യേശുവിൻ്റെ പാപമോചന അധികാരം സഭയിലൂടെ, മെത്രാന്മാരിലൂടെ, പൗരോഹിത്യത്തിലൂടെ ഇന്നും തുടരുന്നു. അങ്ങനെ സഭയിലെ പൗരോഹിത്യത്തിലൂടെ ഈ കുമ്പസാരം എന്ന കൂദാശ നിർവഹിക്കപ്പെടുന്നു. പാപമോചനം പുതിയ നിയമത്തിൽ പാപമോചന അധികാരം സഭയിൽ, പാപം സഭാശരീരത്തിന് ദോഷം, പാപം രോഗമാണ്, കുമ്പസാരം പശ്ചാത്താപത്തിൻ്റെ കൂദാശ, കുമ്പസാരം മാനസാന്തരത്തിൻ്റെ കൂദാശ, കുമ്പസാരം ഏറ്റുപറച്ചിലിൻ്റെ കൂദാശ, കുമ്പസാരം അനുരജ്ഞനത്തിൻ്റെ കൂദാശ, കുമ്പസാരം പാപമോചനത്തിൻ്റെ കൂദാശ, കുമ്പസാരം മലങ്കര സഭയിൽ കുമ്പസാരം നൽകുന്ന ആത്മീയ സൗഖ്യം. ഈ ചിന്തകളെല്ലാം തന്നെ വ്യക്തമായിട്ട് ഈ പാഠത്തിൽ ഉണ്ട്. 13-ാമത്തെ പാഠം 5-ാമത്തെ കൂദാശ രോഗികളുടെ തൈലാഭിഷേകം. ഒരുവൻ രോഗിയായാൽ നിങ്ങൾ അവന് പുരോഹിതനെ വിളിച്ച് അവന് അഭിഷേകം നൽകി ശുദ്ധീകരിക്കണമെന്ന് യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിൽ പ്രത്യേകമായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. യാക്കോബ് 5:14-15 നിങ്ങളിൽ ആരെങ്കിലും രോഗിയായിരിക്കുന്നെങ്കിൽ സഭയിലെ പ്രമാണികളെ വിളിക്കട്ടെ, അവർ കർത്താവിൻ്റെ നാമത്തിൽ അവനെ തൈലം പൂശുകയും അവൻ്റെ മേൽ പ്രാർത്ഥന നടത്തുകയും ചെയ്യട്ടെ. വിശ്വാസത്തോടു കൂടിയ ഈ പ്രാർത്ഥന രോഗിയെ രക്ഷിക്കും, കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും, പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവന് പൊറുതി ലഭിക്കും. യാക്കോബിൻ്റെ ലേഖനം 5:14-15. അപ്പോൾ തൈലാഭിഷേകം പുതിയ നിയമത്തിൽ തൈലാഭിഷേകത്തിൻ്റെ പ്രതീകാത്മകത. തൈലാഭിഷേകം മലങ്കര ആരാധനക്രമത്തിൽ വൈദികരുടെ തൈലാഭിഷേകം, കന്ദീല ശുശ്രൂഷ. ചിലപ്പോഴൊക്കെ നമ്മൾ അന്ത്യകൂദാശ എന്ന് ഇതിനെ തെറ്റായിട്ട് പറയാറുണ്ട്. അവസാനം നൽകുന്ന കൂദാശ എന്ന നിലയിൽ സത്യത്തിൽ അന്ത്യകൂദാശ എന്ന പദപ്രയോഗം തെറ്റാണ്. പകരം നമ്മളിന്ന് ഉപയോഗിക്കുന്നത് രോഗികളുടെ തൈലാഭിഷേകം, രോഗാവസ്ഥയിൽ ആർക്കും സ്വീകരിക്കാവുന്ന ഒരു കൂദാശയാണിത് എന്നുള്ള കാര്യം നമ്മൾ കൂടുതൽ ആളുകളെ ബോധ്യപ്പെടുത്തണം, കുട്ടികളെ ബോധ്യപ്പെടുത്തണം. 6-ാമത്തെ കൂദാശയാണ് പൗരോഹിത്യം. മാമോദീസായിലൂടെ എല്ലാവരും പ്രവാചകന്മാരും പുരോഹിതന്മാരും രാജാവുമായി തീർന്നിട്ടുണ്ട്. മുറോൻ അഭിഷേകത്തിലൂടെ പർദീസായിൽ ദൈവം ആദമിന് കൊടുത്ത, ആദമിൻ്റെ മൂക്കിലേക്ക് ജീവൻ്റെ ശ്വാസം ഊതിയപ്പോൾ ആദാമിന് ലഭിച്ച പ്രവാചക പുരോഹിത രാജകീയ ദൗത്യം, അതേ ദൗത്യം തന്നെയാണ് മാമോദീസായിൽ മുറോൻ അഭിഷേകത്തിലൂടെ തലയിൽ പുരോഹിതൻ പ്രത്യേകം ഊതുന്നതിലൂടെ ഈ ആത്മാവിനെ നൽകുമ്പോൾ പ്രവാചക പുരോഹിത രാജകീയ ദൗത്യം ഒരു വിശ്വാസിക്ക് ലഭിക്കുകയാണ്. എന്നാൽ എല്ലാ വിശ്വാസികളും മാമോദീസായിലൂടെ പ്രവാചക പുരോഹിത രാജകീയ ദൗത്യത്തിന് ശുശ്രൂഷയ്ക്ക് അർഹരും അവകാശപ്പെട്ടവരുമായിരിക്കുമ്പോൾ തന്നെ ശുശ്രൂഷ പൗരോഹിത്യത്തിന് വേണ്ടി അവരിൽ നിന്നും കുറച്ച് പേരെ വേർതിരിക്കുകയാണ്. പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിക്കുന്നതിനായി കർത്താവ് 12 അപ്പോസ്തലന്മാരെ വിളിച്ച് വേർതിരിച്ചതുപോലെ ശുശ്രൂഷ പൗരോഹിത്യത്തിലേക്ക് കുറച്ച് പേരെ വിളിച്ച് വേർതിരിക്കുകയാണ്. ആ പൗരോഹിത്യത്തിൻ്റെ ദൈവശാസ്ത്ര ചിന്തകളാണ്. പൗരോഹിത്യം പഴയ നിയമത്തിൽ ക്രിസ്തുവിൻ്റെ പൗരോഹിത്യം സഭയിൽ, കൗദാശിക പൗരോഹിത്യം, സഭയിലെ പൗരോഹിത്യ സ്ഥാനങ്ങൾ, ശംശോനോ, കശീശോ, എപ്പിസ്കോപ്പോ, പൗരോഹിത്യ ശുശ്രൂഷ, കശീശാപ്പട്ടം മലങ്കര സഭയിൽ. ഈ വിവിധ ചിന്തകൾ ഈ പാഠത്തിൽ ഉണ്ട്. നിങ്ങൾ കൂടുതൽ വായിച്ച് അത് പഠിക്കുക. 7-ാമത്തെ കൂദാശയാണ് വിവാഹം. ദൃശ്യമായ അടയാളത്തിലൂടെ അദൃശ്യമായ കൃപ മനുഷ്യരിലേക്ക് ഒഴുകുന്ന കർമ്മമാണ് കൂദാശ. അപ്പോൾ വിവാഹം കൂദാശയാണെന്ന് പറയുമ്പോൾ കാണപ്പെടുന്ന അടയാളങ്ങൾ, അവിടെ വരനുണ്ട്, വധുവുണ്ട്, വൈദികനുണ്ട്, ക്ഷണിക്കപ്പെട്ടവരുണ്ട്, അതിഥികളുണ്ട്. പക്ഷേ ഈ കാണപ്പെടുന്ന കർമ്മത്തിന് പുറകിൽ കാണപ്പെടാത്ത അദൃശ്യമായ ദൈവകൃപ, വരനെയും വധുവിനെയും ഒന്നിപ്പിക്കുന്ന അദൃശ്യമായ യേശുവിൻ്റെ സാന്നിധ്യം, അതാണ് വിവാഹത്തെ വിവാഹമാക്കുന്ന യാഥാർത്ഥ്യം. അപ്പോൾ വിവാഹം പഴയ നിയമത്തിൽ, വിവാഹം യേശുവിൻ്റെ വീക്ഷണത്തിൽ, വിവാഹത്തെക്കുറിച്ചുള്ള വിശുദ്ധ പൗലോസിൻ്റെ ദർശനം, വിവാഹം ദൈവസ്ഥാപിതമായ കൂദാശ, വിവാഹമെന്ന ദൈവവിളി, വിവാഹത്തിൻ്റെ തൃത്വൈകമാനം, വിവാഹത്തിൻ്റെ സഭാത്മകമാനം, വിവാഹത്തിൻ്റെ ഐക്യവും അവിഭാജ്യതയും,
ജീവൻ്റെയും വിശ്വാസത്തിൻ്റെയും കൈമാറ്റം, വിവാഹ ശുശ്രൂഷ, മലങ്കര സഭയിൽ, ഈ നിരവധി ചിന്തകളാണ് ഈ പാഠത്തിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത്. മൂന്നാം ഭാഗം സഭാചരിത്രം. 16, 17, 18 പാഠങ്ങൾ സഭാചരിത്രമാണ്. ഒന്നാമതായിട്ട് സഭ ആദ്യ 4 നൂറ്റാണ്ടുകളിൽ പെന്തിക്കോസ്തിക്ക് ശേഷം പത്രോസിൻ്റെയും പൗലോസിൻ്റെയും മറ്റ് അപ്പസ്തോലന്മാരുടെ നേതൃത്വത്തിൽ സഭ വിവിധ ദേശങ്ങളിലേക്ക്, ലോകം മുഴുവനിലേക്കും വ്യാപിച്ചതിൻ്റെ സഭയുടെ വളർച്ച, മതമർദ്ദനങ്ങൾ, സഭയ്ക്ക് AD 313 മിലാൻ വിളംബരം എന്നറിയപ്പെടുന്ന രാജശാസനം വഴി കോൺസ്റ്റന്റൈൻ ചക്രവർത്തി സഭയ്ക്ക് സ്വാതന്ത്ര്യം നൽകുന്നത്, സഭയിൽ വിവിധ ആരാധനക്രമങ്ങൾ വളർന്നു വരുന്നത്, സഭയിലെ ഭരണക്രമങ്ങൾ, സഭയിൽ വളർന്നു വന്ന വേദവിപരീതങ്ങൾ, പാഷണ്ഡതകൾ, ഇതൊക്കെ ഈ 4 നൂറ്റാണ്ടുകളിലെ സഭയുടെ വളർച്ചയെക്കുറിച്ച് പൊതുവായിട്ട് 16-ാമത്തെ പാഠത്തിൽ പഠിക്കുന്നു. 17-ാമത്തെ പാഠം സഭാപിതാക്കന്മാർ. നമുക്കറിയാം, അപ്പസ്തോലന്മാർക്ക് ശേഷം അപ്പസ്തോലന്മാർ തുടർച്ചയായി സഭയെ നയിച്ചത് സഭാപിതാക്കന്മാരാണ്, മെത്രാന്മാരാണ്. അവരിൽ വിശുദ്ധരും ദൈവശാസ്ത്രജ്ഞന്മാരും സഭയെ നയിച്ചവരുമായ പ്രമുഖരായ വിശുദ്ധരായ പിതാക്കന്മാരെയാണ് സഭാപിതാക്കന്മാരെന്ന പേരിൽ അറിയപ്പെടുക. അപ്പോൾ സഭാപിതാക്കന്മാർ ആമുഖം, സഭാപിതാക്കന്മാരുടെ സ്ഥാനം, ദൈവജനത്തോടുള്ള അവരുടെ ആഭിമുഖ്യം, അപ്പസ്തോലിക പ്രബോധനങ്ങളോടുള്ള ആഭിമുഖ്യം, ക്രിസ്തു രഹസ്യത്തിലുള്ള അവരുടെ ആഭിമുഖ്യം, വിവിധ സംസ്കാരങ്ങളിൽപ്പെട്ട സഭാപിതാക്കന്മാർ, ലത്തീൻ, ഗ്രീക്ക്, സുറിയാനി സംസ്കാരങ്ങളിൽ രൂപപ്പെട്ടു വന്ന സഭയിൽ ആരാധന രീതികളിൽ സഭാപിതാക്കന്മാരുടെ പ്രത്യേകമായ അവരുടെ പ്രവർത്തനങ്ങൾ ഒക്കെ ഈ 17-ാമത്തെ പാഠത്തിൽ നമ്മൾ കാണുന്നു. 18-ാം പാഠത്തിലെ പാശ്ചാത്യ സഭയിലെയും പൗരസ്ത്യ സഭയിലെയും പ്രധാനപ്പെട്ട സഭാപിതാക്കന്മാരെ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നാത്തിയോസ്, വിശുദ്ധ ജോൺ ക്രിസോസ്തോം, വിശുദ്ധ അത്തനാസിയോസും വിശുദ്ധ കൂറിലോസും, കപ്പദോഷ്യൻ പിതാക്കന്മാർ, വിശുദ്ധ അപ്രേം, വിശുദ്ധ സിപ്രിയാൻ, വിശുദ്ധ അംബ്രോസ്, വിശുദ്ധ ജെറോം, വിശുദ്ധ അഗസ്തീനോസ് എന്നീ പ്രധാനപ്പെട്ട പൗരസ്ത്യ പാശ്ചാത്യ സഭാപിതാക്കന്മാരെ ഈ 18-ാമത്തെ പാഠത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നു. 4-ാം ഭാഗം ക്രിസ്തീയ ജീവിതം. 2 പാഠങ്ങളാണ് അതിനകത്തുള്ളത്. കൗമാര പ്രശ്നങ്ങളും മാധ്യമങ്ങൾ, നന്മയും തിന്മയും. നമുക്കറിയാം, കൗമാര പ്രശ്നങ്ങൾ 12 വയസ്സിന് ശേഷം കൗമാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ശാരീരികമായ വ്യത്യാസങ്ങൾ, അതുപോലെ തന്നെ ബൗദ്ധികമായ വളർച്ച, ഇതെല്ലാം ഒരു വ്യക്തിയിൽ സംഭവിക്കുകയാണ്. സ്വന്തം വ്യക്തിത്വത്തെ കണ്ടെത്താനുള്ള ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ് ഈ കാലഘട്ടത്തിൽ രൂപപ്പെടുകയാണ്. ഒരുപക്ഷേ അതുവരെ അപ്പൻ്റെയും അമ്മയുടെയും നിയന്ത്രണത്തിലും അപ്പൻ്റെ അമ്മയുടെയും കീഴിൽ നിന്നിരുന്നൊരു കുട്ടി പെട്ടെന്ന് തിരിച്ചു പറയാനും പ്രതികരിക്കാനും സ്വന്തം ഐഡൻറ്റിറ്റി സ്ഥാപിക്കുവാനും ഒക്കെ ശ്രമിക്കുമ്പോൾ ആ കുട്ടി കൗമാരത്തിലേക്ക് പ്രവേശിച്ചു, വളർന്നുവെന്ന് നാം മനസ്സിലാക്കണം. അപ്പോൾ കൗമാരത്തിലെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് കുട്ടികൾക്ക് ബോധ്യം നൽകുക, കൗമാരത്തിലെ പ്രതിസന്ധികൾ എന്തൊക്കെയാണെന്നും കൗമാരത്തിലുണ്ടാകാവുന്ന പ്രശ്നങ്ങൾ എന്താണെന്നും കുട്ടികൾക്ക് വ്യക്തമായിട്ട് ഈ പാഠത്തിലൂടെ പറഞ്ഞു നൽകണം. കൂട്ടുകെട്ടുകൾ, മാതാപിതാക്കൾ നകന്ന് കൂട്ടുകാരോടൊപ്പം അവർ കൂട്ടുകൂടുന്ന കാലഘട്ടമാണ്. പിയർ ഗ്രൂപ്പ്, അവരുടെ ഒരു പ്രത്യേക കൂട്ടുകെട്ടിൽ അവരൊന്നിച്ചു ആയിരിക്കും. അപ്പോൾ മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം, എൻ്റെ മകൻ്റെ മകളുടെ കൂട്ടുകാരാരൊക്കെയാണ്. നല്ല കൂട്ടുകെട്ടുകൾ അല്ലെങ്കിൽ അവർ തിന്മയിലേക്ക് ചായാനും വളരെ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവരുടെ കൂട്ടുകെട്ടുകൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പഠിക്കാൻ പോകുമ്പോൾ അവരുടെ കൂട്ടുകാരാരാണെന്ന് മാതാപിതാക്കൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. തെറ്റായ കൂട്ടുകെട്ടുകൾ തെറ്റിലേക്കും തിന്മയിലേക്കും വലിയ തകർച്ചയിലേക്കും നയിക്കും. അതുപോലെ ലഹരിയുടെ ഉപയോഗം ഇന്ന് കുട്ടികളുടെ ഇടയിൽ കാണുന്ന വലിയ വ്യാപകമായൊരു തിന്മയാണ് ലഹരി. സ്കൂൾ ക്യാമ്പസുകളിലൊക്കെ ഇത് വളരെ വ്യാപകമാണ് എന്നുള്ള കാര്യവും നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നിങ്ങൾ ആ കാര്യങ്ങൾ മാതാപിതാക്കൾ വളരെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളോട് അതിരുകവിഞ്ഞ താല്പര്യം. കണ്ണിനും കാതിനും സന്തോഷം പകരുന്ന ദൃശ്യശ്രാവ്യ മാധ്യമങ്ങൾ ഇന്ന് സമൂഹത്തിൽ വളരെയധികമുണ്ട്. സിനിമ, TV, ഇൻ്റർനെറ്റ്, പത്രമാസികൾ, കമ്പ്യൂട്ടർ, മൊബൈൽ ഫോൺ, ഇവയെല്ലാം വിജ്ഞാനവും വിനോദവും സന്തോഷവും പകർന്നു നൽകുന്നവയാണ്. എന്നാൽ കൗമാരപ്രായക്കാർ വിവേകത്തോടു കൂടിയല്ല ഈ കാര്യങ്ങളോട് ഇടപെടുന്നതെങ്കിൽ ഇത് ഇവരെ അടിമകളാക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യവും മാതാപിതാക്കൾ മനസ്സിലാക്കണം. പ്രത്യയശാസ്ത്രപരമായ രാഷ്ട്രീയ കൂട്ടുകെട്ടുകൾ,
ചില പ്രത്യേക ശാസ്ത്രത്തിൽ അധിഷ്ഠിതമായ രാഷ്ട്രീയ കൂട്ടുകെട്ടുകൾ ചിലപ്പോൾ ഉണ്ടാകാം. ചിലപ്പോൾ നിരീശ്വരവാദമാകാം, അല്ലെങ്കിൽ മറ്റ് തീവ്രവാദ ഗ്രൂപ്പുകളാകാം. അങ്ങനെ പ്രത്യേക ശാസ്ത്രപരമായ കൂട്ടുകെട്ടുകൾ കുട്ടികൾക്ക് രൂപപ്പെടുന്ന കാലഘട്ടമാണിത്. അതുപോലെ മറ്റൊന്നാണ് ലൈംഗിക ആകർഷണത. ആൺപെൺ വ്യത്യാസമില്ലാതെ ശൈശവത്തിൽ ഒന്നിച്ച് കളിച്ച് നടന്ന പ്രായത്തിൽ നിന്ന് വ്യത്യാസമായി ആണും പെണ്ണും തമ്മിൽ പ്രത്യേക ഗ്രൂപ്പായിട്ട് വേർതിരിയും. അങ്ങനെ വേർതിരിഞ്ഞ് കഴിയുമ്പോൾ കൗമാരത്തിലേക്ക് വരുമ്പോൾ ആൺകുട്ടികൾക്ക് പെൺകുട്ടികളോടും പെൺകുട്ടികൾക്ക് ആൺകുട്ടികളോടും പ്രത്യേക ആകർഷണം തോന്നും. ദൈവം മനുഷ്യൻ നിക്ഷേപിച്ചിരിക്കുന്ന ലൈംഗികത എന്ന ദാനത്തിൻ്റെ ഭാവമാണത്. അതിനെ തെറ്റായിട്ടോ തിന്മയായിട്ടോ കുട്ടികളെ പഠിപ്പിക്കരുത്. പിന്നെയോ ദൈവം തന്നിരിക്കുന്ന സ്നേഹിക്കാനുള്ള ദാനമാണത്, കൃപയാണത്. അതിനെ പക്വമായ രീതിയിൽ അതിനെ ഉപയോഗിക്കാനായിട്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയാണ് വേണ്ടത്. ആരോഗ്യകരമായ ബോധ്യങ്ങൾ കുട്ടികൾക്ക് ഈ മേഖലയിൽ നൽകേണ്ടതുണ്ട്. കൗമാരപ്രായക്കാർക്കിടയിൽ ഉണ്ടാകുന്ന താല്പര്യങ്ങൾ അത് വികാരപരമാണെന്നും ഇഷ്ടമെന്ന് പറയുക ഒരു വൈകാരിക യാഥാർത്ഥ്യമാണെന്നും അതിൽ മാറ്റമുണ്ടാകുമെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ബോധ്യം നൽകണം. പരസ്പരം ഇഷ്ടപ്പെടുന്നതും സ്നേഹിക്കുന്നതും പാപമല്ല, തെറ്റല്ല. എന്നാൽ സ്നേഹിക്കാനും ഇഷ്ടപ്പെടാനും പക്വമായ ഒരു വളർച്ച നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് ആ പക്വതയിലേക്ക് വളരുമ്പോൾ മാത്രമാണ് ആ ഇഷ്ടവും സ്നേഹവും ഒക്കെ നമുക്ക് വിവേചിച്ചറിയാൻ സാധിക്കുക. അതിന് പക്വമായ ഒരു വളർച്ച നമുക്കുണ്ടാകേണ്ടത് ആവശ്യമുണ്ട്. നാം എല്ലാവരും ഒരു പ്രായത്തിൻ്റെ പക്വതയിലേക്ക് വളർന്നു കഴിയുമ്പോഴാണ് ഈ കാര്യങ്ങളിൽ പക്വത പ്രാപിക്കുന്നതിനുള്ള ബോധ്യവും ഈ പാഠത്തിലൂടെ കുഞ്ഞുങ്ങൾക്ക് നൽകണം. കൗമാര പ്രശ്നങ്ങളുടെ പരിഹാരം. കൗമാരകാലത്ത് പ്രയാസങ്ങളുണ്ടാകുമ്പോൾ, പ്രതിസന്ധികളുണ്ടാകുമ്പോൾ മാതാപിതാക്കളോട്, അധ്യാപകരോട്, വൈദികരോട്, സന്യസ്തരോട് നിങ്ങൾക്ക് ഹൃദയം തുറന്ന് പറയുവാൻ സാധിക്കുന്ന ആരോടെങ്കിലുമൊക്കെ ഈ പ്രതിസന്ധികൾ കുട്ടികൾക്ക് പറയുന്നതിന് ഉള്ള ബോധ്യം ക്ലാസ്സിൽ വെച്ച് കുട്ടികൾക്ക് നൽകേണ്ടതാണ്. അവസാനമായിട്ട് പാഠം 20 മാധ്യമങ്ങൾ നന്മയും തിന്മയും. നമുക്കറിയാം, മാധ്യമങ്ങൾ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്നൊരു കാലഘട്ടമാണ്. ഒരു കുട്ടിക്ക് താനായിരിക്കുന്ന ആ സ്ഥലത്ത് നിന്നുകൊണ്ട് ഒരു ഇൻഫർമേഷൻ ഒറ്റ സെക്കൻഡ് കൊണ്ട് ലോകം മുഴുവൻ ഇന്ന് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ലോകത്തിലുള്ള ഏത് വ്യക്തിക്കും അവനായിരിക്കുന്ന ആ സ്ഥലത്ത് നിന്നുകൊണ്ട് തന്നെ ആ സ്ഥലത്തെ ഒരു ഇൻഫർമേഷൻ ലോകത്തിൽ ആരെയും അറിയിക്കാൻ ഒരു സെക്കൻഡ് മതി. അത്രമാത്രം കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ആ മേഖല ശക്തമായിരിക്കുകയാണ്. ഇത് നമുക്കറിയാം, ഇൻ്റർനെറ്റ്, യൂട്യൂബ്, വാട്സപ്പ്, ഈ മേഖലകളിലൊക്കെ എന്തുമാത്രം വളർച്ചയാണ് ഉണ്ടായിരിക്കുക. ഇതെല്ലാം മനുഷ്യജീവിതത്തിന് ഏറ്റവും നന്മയുള്ള കാര്യമാണ്. നമുക്കൊരു അറിവ് വേണമെങ്കിൽ ഒരു സെക്കൻഡ് നേരം മതി നമുക്ക് മൊബൈലിൽ ഒരു ഇൻഫർമേഷൻ കിട്ടാൻ. ഒരു സംശയമുണ്ടെങ്കിൽ ഒറ്റ സെക്കൻഡ് കൊണ്ട് നമുക്കത് പരിഹരിക്കാൻ സാധിക്കും. അത്രമാത്രം നന്മ മാധ്യമങ്ങൾക്കുണ്ട് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. മാധ്യമങ്ങൾ ഇന്ന് വളരെ ശക്തമായിരിക്കുന്നത് മനുഷ്യ വളർച്ചയെ, മനുഷ്യജീവിതത്തിനെ ഏറെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ മാധ്യമങ്ങളുടെ നന്മയെക്കുറിച്ച് കുഞ്ഞുങ്ങൾക്ക് ആദ്യം നല്ല ബോധ്യം കൊടുക്കണം. എന്നാൽ ഈ മാധ്യമങ്ങളൊക്കെ ഒരുപക്ഷേ തിന്മയിലേക്ക് നയിക്കുന്നതാണ് എന്ന് നമ്മൾ കുട്ടികൾക്ക് വ്യക്തമായ ബോധ്യം നൽകണം. പക്വതയോടുകൂടി ഇതിനോട് ഇടപെട്ടില്ലെങ്കിൽ അത് നമ്മൾ അടിമകളായി തീരുകയും നമ്മുടെ ജീവിതം നശിച്ചു പോവുകയും ചെയ്യും എന്നുള്ളത് അനുഭവങ്ങളാണ്. അത് കുട്ടികൾക്ക് നല്ല ബോധ്യം കൊടുക്കണം. മാധ്യമങ്ങളുടെ നന്മ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക, അതേസമയം അതിൻ്റെ തിന്മയും ആ തെറ്റിലേക്ക് നയിക്കുന്ന വഴികളും കൃത്യമായിട്ട് കുഞ്ഞുങ്ങൾക്ക് ബോധ്യം നൽകണം. അതിനുള്ള പ്രായോഗിക സമീപനങ്ങൾ എന്താണെന്ന് കുട്ടികൾക്ക് ഈ പാഠത്തിലൂടെ നല്ല ബോധ്യം നൽകണം. മാധ്യമങ്ങളും സഭയും, മാധ്യമങ്ങളുടെ പ്രായോഗിക സമീപനം, മാധ്യമങ്ങളുടെ തിന്മ, മാധ്യമങ്ങളുടെ നന്മ, ഈ വിഷയങ്ങളെല്ലാം ഈ പാഠത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 20 പാഠങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. അവസാനമായിട്ട് പ്രാർത്ഥന. കർത്താവേ, എന്ന് ഞാൻ വിളിച്ചു, എന്നോട് ഉത്തരമരുളി, എൻ്റെ വചനങ്ങൾ സൂക്ഷിച്ചു കേൾക്കണമേ. സന്ധ്യാപ്രാർത്ഥനയ്ക്ക് നാം ചൊല്ലുന്ന സങ്കീർത്തനമാണത്. അതാണ് പ്രാർത്ഥനയായിട്ട് കൊടുത്തിരിക്കുക. ആരാധിക്കുന്ന സമൂഹം, സഭാശാസ്ത്രം, എക്ലേസിയോളജിയാണ് ഈ പാഠത്തിൻ്റെ പ്രധാനമായ ചിന്താ വിഷയം നമ്മൾ പറയുകയുണ്ടായി. ഇതിലെ ഓരോ വിഷയങ്ങളും മണിക്കൂറുകളെടുത്ത് പഠിപ്പിക്കേണ്ടതാണ്. 12 പുസ്തകങ്ങൾ പഠിപ്പിച്ചതിന് ശേഷം എക്ലേസിയോളജി എന്ന് പറയുന്ന ഒരു ദൈവശാസ്ത്ര മേഖല നമ്മൾ കൂടുതൽ പഠിക്കും. അപ്പോൾ ഈ പാഠത്തിലെ കൂടുതൽ വിഷയങ്ങൾ നമുക്ക് കൂടുതൽ പഠിക്കുവാനായിട്ട് സാധിക്കും. ആരാധനാ സമൂഹം എന്ന പേരിലെ സഭാശാസ്ത്രമാണ് ഈ 8ാമത്തെ ക്ലാസ്സിലെ പ്രധാന ചിന്താധാര. 8ാം ക്ലാസ് മുതൽ അധ്യാപക സഹായി നമുക്കില്ല. അതുകൊണ്ട്
12 പാഠങ്ങൾ പഠിപ്പിച്ചതിന് ശേഷം ഓരോ പാഠത്തെക്കുറിച്ചുമുള്ള കൂടുതൽ വിഷയങ്ങൾ നമുക്ക് ഈ മതബോധനം എന്ന ഈ പരമ്പരയിൽ നമുക്ക് കൂടുതൽ ലഭിക്കുന്നതാണ്. അതുകൊണ്ട് അധ്യാപക സഹായം ഇല്ല എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് അറിയിക്കട്ടെ. ഈ പാഠങ്ങൾ വായിച്ചൊരുങ്ങി നിങ്ങൾക്ക് പഠിപ്പിക്കാവുന്നതാണ്. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.